Hello, welcome to Elance Tuition. +2 English class ലാണ് നിങ്ങൾ എല്ലാവരും ഇരിക്കുന്നത്. So are you guys ready? Where are you all? Just comment me your name and let me know who all are here. Okay. ആരൊക്കെ വന്നിട്ടുണ്ട്? Attendance മാർക്ക് ചെയ്യുന്ന ഒക്കെ ഞാൻ ഒന്ന് കാണട്ടെ. എവിടെ എല്ലാവരും? So I just want to tell you one thing, don't miss this class. കേട്ടോ ഈ ക്ലാസ് ഇന്ന് നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത് because it's really gonna be a very wonderful class for you all. കാരണം അത്രയും അടിപൊളിയായിട്ടുള്ള ഒരു ഹ്യൂമറസ് പോയാണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് which is by an American poet Ogden Nash. So don't miss your time, don't miss this class. വേഗം ആയിക്കോട്ടെ, എല്ലാവരും എവിടെ പോയി? വേഗം വരൂ and നിങ്ങളുടെ പേരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് ആരൊക്കെ എത്തിയിട്ടുണ്ടെന്ന് കാണട്ടെ. Okay, so we don't have time to waste. Make it fast. Maximum share ചെയ്യുക, എത്തിക്കാൻ പറ്റുന്ന അത്രയും എത്തിക്കുക. And it's my word, it's really gonna be a very wonderful class. അത്രയ്ക്ക് കോമഡി ആയിട്ടുള്ളൊരു പോയമായിട്ടാണ് ഇന്ന് മിസ് എത്തിയിട്ടുള്ളത് കേട്ടോ. നമ്മുടെ അമൃത മിസ്സിൻ്റെ പല്ലുവേദനയൊക്കെ കണ്ടില്ലായിരുന്നോ? പാവം മിസ് ഇപ്പോൾ റെസ്റ്റിലാണ്. Okay, so are you guys ready for the class? Let me know. Okay? Just come fast, share it maximum. നോക്കട്ടെ, വേഗം വന്നേ. We don't have time to waste. അടിപൊളി. ഹലോ മാം, ദേവികയാണ് ഫസ്റ്റ് അറ്റൻഡൻസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഹലോ ഡിയർ, ഹൗ ആർ യു? കുറച്ച് ദിവസമായല്ലോ കണ്ടിട്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെയായിരുന്നു? വേർ ആർ യു? റെഡി മാം. ഓക്കെ, ദേവിക പറഞ്ഞിട്ടുണ്ട് റെഡി ആണെന്ന്. എന്നാൽ പിന്നെ ദേവിക പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് സ്റ്റാർട്ട് ചെയ്താക്കാം അല്ലേ? അതേപോലെ വരുന്നവരൊക്കെ അപ്പോൾ എനിക്ക് മെസ്സേജ് അയക്കാം കേട്ടോ. ഓക്കെ, സോ today's poem is going to hurt just a little bit by Ogden Nash. നമ്മൾ കാണുന്നത് പോലെ തന്നെ കുറച്ച് വേദന എടുക്കുന്ന പരിപാടിയല്ലേ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് സ്ക്രീനിൽ. നീരഫ് എത്തിയിട്ടുണ്ട്. ഹായ് നീരഫ്, ഹലോ, ഹൗ ആർ യു ഡാ? വേർ ആർ യു? കുറച്ച് ദിവസമായല്ലോ നീരഫിനെ ഞാൻ കണ്ടിട്ട്. കഴിഞ്ഞ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നോ? അതോ കമൻറ്റ് ചെയ്യാൻ മറന്നു പോയതാണോ? എത്തിയല്ലോ. ഐ എം ഹാപ്പി ടു സീ യു. ഓക്കെ, സോ എവിടെ മാക്സിമം ഷെയർ ചെയ്യട്ടോ നീരഫ്. ഫ്രണ്ട്സിന് മാക്സിമം ഷെയർ ചെയ്യുക, എന്നിട്ട് അറ്റൻഡൻസ് മാർക്ക് ചെയ്യുക കമൻറ്റ് ചെയ്തിട്ട്. എന്നിട്ട് നമുക്ക് ഉഷാറായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവരും എത്തിക്കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ കഴിഞ്ഞ ക്ലാസ്സിലെ പോലെ പാതി സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും മിസ് മറന്നുപോയി, ക്ലാസ് ഉണ്ടെന്ന് മറന്നുപോയി, കുറച്ച് ലേറ്റായിപ്പോയി മിസ്. ഇംതിയാസ് എത്തിക്കഴിഞ്ഞോ? ഹലോ ഇംതിയാസ്. സ്വാതി എത്തിക്കഴിഞ്ഞു. മാം കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ തേഴ്സ്ഡേ എക്സാം ആണോന്നോ? എൻ്റെ അടുത്താണോടാ ചോദിക്കുന്നത് എക്സാം ആണോന്ന്? What was the message? Thursday എക്സാം ആണ് എന്നാണോ? വിഷമിക്കണ്ട കേട്ടോ, പേടിക്കണ്ട. എക്സാം ഒക്കെ നമുക്ക് നല്ല രീതിയിൽ എഴുതാൻ പറ്റും. ഡോണ്ട് വെറി ഡിയർ. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നല്ലൊരു പോയം പഠിപ്പിച്ചു തരാം. കോമഡി ആക്കി മാറ്റാം ഇന്നത്തെ ക്ലാസ്. ഇതൊക്കെ കഴിയുമ്പോഴത്തേക്ക് നീ കൂളാകും. ഓക്കെ, സോ ബാക്കി കുട്ടികൾ എവിടെ? ആവോ സോണിയ, വേഗം വരൂ. Okay, so shall we start? Shall we begin the class? Okay, this is going to hurt just a little bit by Ogden Nash. And this poem എന്ന് പറയുന്നത് ഭയങ്കര ഹ്യൂമറസ് ആയിട്ടുള്ള ഒരു പോയാണ്. ഈ ഒരു പിക്കിൾ നിങ്ങൾക്ക് കാണുമ്പോഴത്തേക്ക്, സ്ക്രീനിൽ കാണുന്ന ആ ഒരു ഫോട്ടോ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലേ? സംതിങ് റിലേറ്റഡ് ടു ദിസ് ഡെൻറ്റൽ കെയർ. പല്ലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്തോ ഒരു സാധനമാണ്. ആൻഡ് അതെന്ന് പറയുന്നത് വലിയ സുഖമുള്ള പരിപാടിയാണോ മക്കളെ? പല്ല് വേദന വരുന്നത്, അതിനെ തുടർന്ന് നമ്മൾ ഹോസ്പിറ്റലിൽ ഡെൻറ്റിസ്റ്റിനെ കാണാൻ പോകുന്നത്, അവിടെ ചെന്നുള്ള ആ ഒരു ഇരിപ്പ്, അത് വലിയ സുഖമുള്ള പരിപാടിയല്ല അല്ലേ? ഇത് തന്നെയാണ് നമ്മുടെ അമേരിക്കയിലുള്ള പോയറ്റ് ഓഗ്ഡൻ നാഷിൻ്റെയും ഒപ്പീനിയൻ അബൌട്ട് ദിസ് ഡെൻറ്റിസ്റ്റ് ആൻഡ് ദ വേ വി ഹാവ് ടു സിറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് എ ഡെൻറ്റിസ്റ്റ് എന്നൊക്കെ പറയുന്നത്. അതുപോലെ കോമഡി ആയിട്ടുള്ളൊരു സംഭവമായിട്ട് മാറ്റിയിട്ടാണ് ഈ പോയം എക്സ്പ്രസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ മിസ് ആദ്യം പറഞ്ഞിട്ടുണ്ട്, ഒരു പോയം പഠിക്കുകയാണെങ്കിൽ what we have to learn first is that something about the poet. പോയറ്റിനെ കുറിച്ച് ഒന്നോ രണ്ടോ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, even if it's for a critical appreciation, അല്ലെങ്കിൽ ഈ ഒരു ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ പോലും what you have to do is that mention the poet and write at least 2 sentences about that poet. കേട്ടോ, നിങ്ങൾക്ക് അറിയാവുന്നത് ആരാണ് ഈ ഒരു പോയം എഴുതിയെന്നുള്ളത് ഒരു പോയിന്റ് ആയി കഴിഞ്ഞു. ആൻഡ് who is he? ഇപ്പം ഓഗ്ഡൻ നാഷ് ആണെങ്കിൽ who is he, നാഷണാലിറ്റി എന്താണ്, why is he famous for എന്നുള്ള ഒരു കാര്യം കൂടി എഴുതുകയാണെങ്കിൽ അവിടെ മതി, അത്രയും മതി. സോ ഈ ഒരു ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു ക്രിട്ടിക്കൽ അപ്രിസിയേഷൻ അല്ലെങ്കിൽ അതേപോലുള്ള ഏതൊരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിലും ടീച്ചറിന് കറക്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഓക്കെ യു നോ സംതിങ് അബൌട്ട് ദ പോയറ്റ്, ആൻഡ് പോയറ്റ് ആരാണെന്ന് മാത്രമല്ല യു നോ സംതിങ് എക്സ്ട്രാ അബൌട്ട് ഹിം എന്നുള്ളത് മനസ്സിലാകുമ്പോഴത്തേക്ക് അതൊരു അഡീഷണൽ പോയിന്റ് ആയിട്ട് കിടക്കും. സോ ഓഗ്ഡൻ നാഷ് ആരാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ ഹു ഈസ് ഹി?
American poet, well known for his humorous poems. അദ്ദേഹം എന്ന് പറയുന്നത് നാഷണാലിറ്റി എന്താണ്? അമേരിക്കൻ പോയറ്റ് ആണ്. ആൻഡ് his poems are very much known for his humorous elements. കേട്ടോ, വളരെ തമാശ നിറഞ്ഞിട്ടുള്ള പോയംസ് ആണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. വിത്ത് ഹിസ് അൺകൺവെൻഷണൽ റൈമിംഗ് സ്കീം. ഈ പോയം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും കുറച്ച് ആ കൺവെൻഷണൽ സ്ട്രിക്റ്റ് ആയിട്ടുള്ളതല്ല, പക്ഷെ നമുക്ക് വരുന്ന ആ ഒരു റൈമിംഗ് സ്കീം എന്ന് പറയുന്നത് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതാണ്. ആൻഡ് ഹി വാസ് ഡിക്ലെയർഡ് ബൈ ദ ന്യൂയോർക്ക് ടൈംസ് ആസ് ദ കൺട്രീസ് ബെസ്റ്റ് നോൺ പ്രൊഡ്യൂസർ ഓഫ് ഹ്യൂമറസ് പോയട്രി. കൺട്രിയിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഹ്യൂമറസ് പോയട്രി പ്രൊഡ്യൂസർ, ദ പേഴ്സൺ ഹു മേക്സ് ദിസ് ഹ്യൂമറസ് പോയട്രി എന്ന് പറയുന്നത് ആരാണെന്നാണ് പറയുന്നത്? നമ്മുടെ സ്വന്തം ഒഗ്ഡൻ നാഷ് ആണെന്നാണ് പറയുന്നത്. സോ ഇത്രയും ഒരു ബിൽഡപ്പ് തരുമ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാം ഹൗ ഇറ്റ്സ് ഗോണ ബി അല്ലേ, ഈ ഒരു പോയം എങ്ങനെ ആയി തീരും എന്നുള്ളത് നമുക്ക് ഗസ് ചെയ്യാൻ പറ്റുന്നത് മാത്രമേ ഉള്ളൂ. ഹായ് മിസ്സേ എന്ന് പറഞ്ഞിട്ട് സാത്താൻ എത്തിയിട്ടുണ്ടല്ലോ. ഭഗത് അല്ലേ? ഭഗത് എന്നല്ലേ പേര്? യെസ് ഓർ നോ? ഒന്ന് മെസ്സേജ് ചെയ്തേ. ഞാൻ അന്ന് കാണാതെ പഠിച്ചതാണ് നിൻ്റെ പേര്. എനിക്ക് കാരണം ഹൗ ക്യാൻ ഐ കോൾ ദിസ് മൈ ഡിയർ സ്റ്റുഡൻറ്റ് ആസ് സാത്തൻ, സോ ദാറ്റ്സ് വൈ ഐ ആസ്ക്ഡ് യുവർ നെയിം ആൻഡ് ഐ തിങ്ക് യു ആർ ഭഗത്, റൈറ്റ്? യെസ് ഓർ നോ ഭഗത്? ഭഗത് എന്നല്ലേ പേര്? പറ വേഗം പറ. വി ഡോണ്ട് ഹാവ് ടൈം, ഡോണ്ട് വേസ്റ്റ് ടൈം. ഓക്കെ, സോ ഒഗ്ഡൻ നാഷ് ആണ്. യെസ്, ദാറ്റ്സ് ഇറ്റ്. ഡാൻ, ഹലോ മിസ്. ഹലോ ഡിയർ, ഹൗ ആർ യു? ഡാനിനെ ഞാനൊരു പുതിയ ഫേസ് ആണോ, ന്യൂ ഫേസ് ആണോ ഇംഗ്ലീഷ് ക്ലാസ്സിൽ? ലെറ്റ് മീ ആസ്ക് യു ദാറ്റ് ക്വസ്റ്റ്യൻ ഇഫ് യു ഡോണ്ട് മൈൻഡ്. പുതിയ ക്ലാസ് ആണെങ്കിൽ ഇനിയുള്ളത് അങ്ങോട്ട് മിസ് ചെയ്യാതെ ഉറപ്പായിട്ടും കാണാം. ഇംഗ്ലീഷിന് വേണ്ടുന്ന എല്ലാ സപ്പോർട്ടും കേട്ടോ, പ്ലസ് ടു ഇംഗ്ലീഷിന് വേണ്ടുന്ന എല്ലാ സപ്പോർട്ടും, ടിപ്സ് ആയിക്കൊള്ളട്ടെ, ട്രിക്സ് ആയിക്കൊള്ളട്ടെ, ഇഫ് ഇറ്റ്സ് ഇംഗ്ലീഷ് അതിന് വേണ്ടുന്ന എല്ലാം പ്രൊവൈഡ് ചെയ്യാൻ മിസ് ഇവിടെയുണ്ട്. സോ ഇഫ് ഇറ്റ്സ് യുവർ ഫസ്റ്റ് ക്ലാസ് അത് മിസ് ചെയ്യേണ്ട, അത് അതേപോലെ കണ്ടിന്യൂ ചെയ്ത് പോവാം കേട്ടോ. ഡാൻ ഓക്കെ പറഞ്ഞിട്ടുണ്ട്. സോറി ഭഗത്തെ, ഞാൻ ഇനി മുതൽ അങ്ങനെ വിളിക്കുള്ളൂ കേട്ടോ. ഐ നോ യുവർ റിയൽ നെയിം. സോ ഭഗത്, ഹൗ ആർ യു മിസ്? ഐ ആം ഗുഡ് ഡിയർ, ഐ ആം ഗുഡ്. വിസ്മയ, കമ്മ്യൂണിറ്റി ലിങ്കിൽ ജോയിൻ ആവാൻ പറ്റുന്നില്ല, വൈ? ഓക്കെ, ദിസ് ഈസ് നോട്ട് ടു മൈ ഡിയർ സ്റ്റുഡൻസ്. നമ്മുടെ ടീം കാണുന്നില്ലേ? കമ്മ്യൂണിറ്റി ലിങ്കിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ട് വിസ്മയ. മേക്ക് ഇറ്റ് ഫാസ്റ്റ്, എൻ്റെ കുട്ടികൾ വെയിറ്റ് ചെയ്യാണ്. ഡോണ്ട് റൂയിൻ ദെയർ പ്രഷ്യസ് ടൈം. കമ്മ്യൂണിറ്റി ലിങ്ക് എവിടെ? ജോയിൻ ചെയ്യാൻ പറ്റാത്തത് എന്താണ്? നിങ്ങൾക്ക് വേണ്ടിയിട്ട് മിസ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ, അത് ശരിയാവുന്നുണ്ടോ എന്നുള്ളതും കൂടെ പറയാം. സോ ഭഗത്, വിസ്മയ, ഡാൻ, ദേവിക, നീരവ്, ആർ യു ഗൈസ് റെഡി? ഓക്കെ, നമ്മൾ പഠിച്ചത് എന്താണ്? ഈ പോയം ദിസ് ഇസ് ഗോയിങ് ടു ഹേർട്ട് ജസ്റ്റ് എ ലിറ്റിൽ ബിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഹ്യൂമറസ് പോയട്രി ബൈ ഒഗ്ഡൻ നാഷ്. ആൻഡ് ഒഗ്ഡൻ നാഷ് എന്ന് പറയുന്നത് ആരാണ്? ഹി ഈസ് എൻ അമേരിക്കൻ പോയറ്റ്, മോസ്റ്റ്ലി നോൺ ഫോർ ഹിസ് ഹ്യൂമറസ് പോയട്രി ആൻഡ് ഹി ഈസ് ഓൾസോ നോൺ ആസ് ദ കൺട്രീസ് ബെസ്റ്റ് നോൺ പ്രൊഡ്യൂസർ ഓഫ് ഹ്യൂമറസ് പോയട്രി. ഈ 2 പോയിന്റ്സ് ഓർത്ത് വയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പിന്നെ അടിപൊളിയായിട്ട് എക്സാം എഴുതാം കേട്ടോ. ഓക്കെ, ദെൻ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് പോവാം അല്ലേ, പോയത്തിലേക്ക് പോവാമല്ലോ. ഷോ മീ യുവർ തംസ് അപ്പ്. റെഡി ആണോ? ഡയറക്റ്റ് ക്ലാസ്സിലേക്ക് നമുക്ക് പോയാലോ? ഇനി നിങ്ങളുടെ ഫ്രണ്ട്സിനെ വെയിറ്റ് ചെയ്തിരിക്കണോ, അതോ ഡയറക്റ്റ് ആയിട്ട് അവർ കയറിക്കോളുമോ? ഇസ് ദാറ്റ് ഓക്കെ ഇഫ് ഐ സ്റ്റാർട്ട് ദ ക്ലാസ് നൗ? ചേതൻ്റെ ഈ സ്റ്റൈലൊക്കെ ഞാൻ കാണുന്നുണ്ടല്ലോ നമ്മുടെ ഭഗത്തിൻ്റെ. ഓക്കെ, സോ മൂവിങ് ഡയറക്ട്ലി ടു ദ പോയം. ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് എന്താണ്? വൺ തിങ്. ഡയറക്റ്റ് നമ്മുടെ പോയറ്റ് അതേപോലെ പറയുകയാണ്, മിസ്സേ ക്രിസ്മസ് എക്സാം പേപ്പർ കിട്ടി. ഐ റിയലി വോണ്ട് ടു നോ അബൌട്ട് യുവർ മാർക്സ്. ഓക്കെ, എന്താണ് അവസ്ഥ? അതും കൂടെ ഒന്ന് പറഞ്ഞേ. എത്ര സ്കോർ ചെയ്തു? ഇൻട്രസ്റ്റിംഗ്. ആരും എൻ്റെ അടുത്ത് ക്ലാസ് കഴിഞ്ഞിട്ട് വന്ന് പറഞ്ഞില്ലായിരുന്നു എക്സാമിൻ്റെ മാർക്ക് കിട്ടിയെന്നുള്ളത് പറഞ്ഞില്ലായിരുന്നു. ഭഗത്തെ ഒന്ന് പറഞ്ഞേടാ, മാർക്ക് എങ്ങനെയുണ്ടെന്നും കൂടെ ഒന്ന് പറഞ്ഞേക്കണേ. ഓക്കെ, എൻ്റെ ബാക്കി കുട്ടികളൊക്കെ 50. ദാറ്റ്സ് വൈ ഐ ആസ്ക്ഡ് യു. 100. പോരട്ടെ റേഞ്ച് കാണുന്നുണ്ടല്ലോ അല്ലേ മാർക്കിൻ്റെ? 50, 100 പോരട്ടെ. 75.5 ഔട്ട് ഓഫ് 80 അങ്ങനെ ഞാൻ മാറ്റിയെടുക്കുകയാണേ. ഓക്കെ, ഇംഗ്ലീഷിന് ഫുൾ മാർക്സ് കിട്ടുമെന്ന് ഞാൻ പറയുന്നില്ല, കാരണം എത്രയൊക്കെ ആണെങ്കിലും കുറച്ച് അവിടെ ഇവിടെ ഗ്രാമർ മിസ്റ്റേക്കും അതൊക്കെ സംഭവിക്കും. അതുമാത്രമല്ല, ഏതൊരു ക്വസ്റ്റ്യൻ ആണെങ്കിലും അതിനൊരു എന്താണ് പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കുന്ന ആൻസർ അല്ല അല്ലേ, ഇറ്റ് ചേഞ്ചസ്. നിങ്ങൾ എഴുതുന്ന അല്ലെങ്കിൽ പോയം കൺസീവ് ചെയ്തിട്ടുള്ള രീതി അനുസരിച്ച് അതിൻ്റെ ഇത് മാറും. സോ 76 ഒക്കെ ആണെങ്കിൽ അടിപൊളിയാണെന്ന് ഞാൻ പറയും. ഓക്കെ,
പക്ഷേ നമ്മളത് 78 ആക്കി മാറ്റണം. 80 ആക്കാൻ പറ്റിയാൽ പിന്നെ എനിക്കൊന്നും പറയാനില്ല, സല്യൂട്ട് മാത്രം. ഓക്കെ, അപ്പോൾ ബാക്കി എല്ലാവരും തംസ് അപ്പ് ഒക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ റെഡിയാണ്. ഇനി നമുക്ക് പേഴ്സണൽ ടോക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പോവാം അല്ലേ. സോ എന്താണ് പോയിട്ട് പറയുന്നത്? One thing I like less than most things is sitting in a dentist chair with my mouth wide open, and that I will never have to do it again is a hope that I'm against hope hoping. സോ ഇവിടുത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് നമ്മുടെ പോയറ്റ് എവിടെയാണ്? വേർ ഇസ് ഹി നൗ? ഹിസ് ഇൻ ഫ്രണ്ട് ഓഫ് എ ഡെന്റിസ്റ്റ്. ഒരു ഡെന്റിസ്റ്റിന്റെ അടുത്താണ് അദ്ദേഹം ഇപ്പോൾ നിൽക്കുന്നത്. ഓക്കെ, ഡെന്റിസ്റ്റിന്റെ അടുത്ത് നമ്മൾ എന്തിനാണ് പോകുന്നത്? സ്വാഭാവികമായിട്ടും പല്ലുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉള്ളപ്പോഴാണ് നമ്മളൊരു ഡെന്റിസ്റ്റിന്റെ അടുത്ത് പോകുന്നത് അല്ലേ. അപ്പം ഇദ്ദേഹം പറയുന്നത്, പോയറ്റ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത, എനിക്ക് സാധാരണ എല്ലാ കാര്യങ്ങളും ഇഷ്ടമാണ്, പക്ഷെ അതിൽ നിന്നൊക്കെ ഒരു ഇഷ്ടക്കുറവുള്ള ഒരു സംഭവം എന്ന് പറയുന്നത് ഇസ് സിറ്റിംഗ് ഇൻ എ ഡെന്റിസ്റ്റ് ചെയർ. ഡെന്റിസ്റ്റിന്റെ മുന്നിൽ ആ ഒരു എന്താണ് ചെയറില്ലേ, ആ ചെയറിൽ ഇങ്ങനെ ഡെന്റിസ്റ്റിന്റെ ഫ്രണ്ടിൽ റെഡി ആയിട്ട് ഇങ്ങനെ കിടക്കുന്ന ആ ഒരു സീനാണ് എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തത്. ആരൊക്കെ ഡെന്റിസ്റ്റിന്റെ അടുത്ത് ഈ പ്രായത്തിനോടിടയിൽ പോയിട്ടുണ്ട്? അപ്പം മൈ മൗത്ത് വൈഡ് ഓപ്പൺ ആൻഡ് ദാറ്റ് ഐ വിൽ നെവർ ഹാവ് ടു ഡു ഇറ്റ് അഗെയിൻ ഇസ് എ ഹോപ്പ് ദാറ്റ് ഐ എം എഗൻസ്റ്റ് ഹോപ്പ് ഓപ്പൺ. ഒരു ഡെന്റിസ്റ്റിൻ്റെ അടുത്ത് പോകുമ്പം നമ്മുടെ മനസ്സിൽ, സാധാരണക്കാരനായിട്ടുള്ള എല്ലാ മനുഷ്യൻ്റെയും മനസ്സിൽ വരുന്നതാണ് ഈ കഴിഞ്ഞത് കഴിഞ്ഞു, ഇങ്ങനെ ആയിരിക്കുമല്ലോ, മൗത്ത് വൈഡ് ഓപ്പൺ അല്ലേ, അത് പറഞ്ഞിട്ടല്ലേ നമ്മൾ കിടക്കുക ഡെന്റിസ്റ്റിൻ്റെ ഫ്രണ്ടിൽ. സോ അതുപോലെ കിടക്കുന്ന ആ ഒരു അവസ്ഥയിൽ എല്ലാവരുടെയും മനസ്സിൽ കൂടെ ഉറപ്പായിട്ടും വരുന്നതാണ് ഇന്ന് വന്നത് വന്നു, ഇനി എനിക്ക് വരേണ്ടി വരല്ലേ എന്നായിരിക്കും. ഡോക്ടറിൻ്റെ മുഖത്ത് ഇങ്ങനെയായിരിക്കും നമ്മൾ നോക്കുന്നത്, പക്ഷെ മനസ്സിൽ കൂടെ പോകുന്നത് പല ഇങ്ങനത്തെ ഐഡിയാസും അല്ലെങ്കിൽ മെസ്സേജും ഒക്കെ നമ്മൾ പാസ് ഓൺ ചെയ്യുക അല്ലേ. അപ്പോൾ വിചാരിക്കുന്ന ഒരു കാര്യമാണ് ഇന്ന് വന്നത് വന്നു, ഇനി എനിക്ക് ഇങ്ങോട്ട് വരേണ്ടി വരരുതേ, കാരണം ഈ വായും തുറന്ന് ഇങ്ങനെ എത്രയെന്ന് വെച്ചിട്ടാണ് കിടക്കുന്നത്. സോ ദ പോയറ്റ് സീസ് ദാറ്റ് ദ തിങ് or I like less than most things in sitting in a dentist chair. So ഒരു ഡെന്റിസ്റ്റിന്റെ ഫ്രണ്ടിൽ, ഡെന്റിസ്റ്റിന്റെ ചെയറിൽ കിടക്കുന്നതാണ് എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തതായിട്ടുള്ള കാര്യം. ആൻഡ് വെൻ ഐ സിറ്റ് there I think okay, ഇനി ഒരിക്കലും ഇവിടേക്ക് വരരുത്, I will never have to do it again എന്ന് പറയുന്നത് is my hope. എൻ്റെ പ്രതീക്ഷ എന്ന് പറയുന്നത് ഇങ്ങോട്ട് ഒരിക്കലും ഇനി വരേണ്ടി വരരുതെന്നാണ്. ബട്ട് വിച്ച് is against hope hopen. ഇവിടെ hope എന്നൊരു വാക്ക് കണ്ടോ? What is this hopen? Hoped എന്ന് പറയില്ലേ, ഇറ്റ്സ് ആൻ ഓൾഡ് ഇംഗ്ലീഷ് ടേം കേട്ടോ. ഓൾഡ് ഇംഗ്ലീഷ് ടേം ആണ്. ഞാൻ പ്രതീക്ഷിച്ച പ്രതീക്ഷയുടെ എതിരായിരുന്നു. ഹോപ്പ് ഹോപ്ഡിൻ്റെ അല്ലേ, ഇറ്റ്സ് ആൻ ഹോപ്പ് എഗൻസ്റ്റ് ദി ഹോപ്പ് ഹോപ്ഡ്. സോ ഓൾഡ് ഇംഗ്ലീഷ് ടേം ഫോർ ഹോപ്പിനാണ് ഹോപ്പൺ എന്ന് പറയുന്നത്. സോ അതെന്താ ഹോപ്പൺ എന്ന് വെച്ചിട്ട് നിങ്ങൾ ആരും ഡൗട്ട് അടിക്കണ്ട. ഇനി ഇങ്ങോട്ട് ഒരിക്കലും വരണ്ടായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിച്ച വെറും പ്രതീക്ഷയായി പോയി, പിന്നെയും വരേണ്ടി വരും, കാരണം സിറ്റിംഗ് ഇനിയുണ്ട്. ഫസ്റ്റ് ഡേ വന്നാൽ പിന്നെ ഉറപ്പായിട്ടും കുറച്ച് സിറ്റിംഗ് ഉണ്ടാവുമല്ലോ. ഓക്കെ, മൈ ടീത്ത് ഇസ് സ്ട്രോങ് ആണോ? വെരി ഗുഡ്. കുറച്ച് പല്ല് വേദന ഉണ്ടോ എന്നൊരു സംശയം. ഓക്കെ, ഇതിൻ്റെ അപ്പം ലിറ്ററൽ മീനിങ് നമുക്ക് നോക്കുകയാണെങ്കിൽ എന്ത് പറയാം? ദ പോയറ്റ് ഓഗ്ഡൻ നാഷ് ടോക്സ് അബൌട്ട് ഗോയിങ് ടു ദ ഡെന്റിസ്റ്റ്. അറിയാലോ, ഡെന്റിസ്റ്റിൻ്റെ അടുത്തേക്ക് പോകുന്നതാണ് ഈ ഒരു പോയറ്റിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദ സ്റ്റോറി എന്ന് പറയുന്നത്. ഹി മെൻഷൻസ് ദ ഡിസ്കംഫർട്ട് ഓഫ് സിറ്റിംഗ് ഇൻ ദ ഡെന്റിസ്റ്റ് ചെയർ വിത്ത് ആൻ ഓപ്പൺ മൗത്ത്. അതിലെ മെയിൻ തീം എന്ന് പറയുന്നത് എന്താണ്? ഡെന്റിസ്റ്റിൻ്റെ മുന്നിൽ ചെന്ന് ആ കസേരയിൽ ഇങ്ങനെ ചാരിക്കിടന്ന് മൗത്ത് വൈഡ് ഓപ്പൺ ആയിട്ട് എന്ന് പറഞ്ഞിട്ട് മുകളിലോട്ട് ഇങ്ങനെ നോക്കി കിടക്കുന്ന അവസ്ഥയാണ് ഏറ്റവും ഡിസ്കംഫർട്ട് ആയിട്ട് പോയിട്ടിന് തോന്നിയിട്ടുള്ള ഒരു കാര്യം. ദ ഫ്രേസ് ദിസ് ഈസ് ഗോയിങ് ടു ഹേർട്ട് ജസ്റ്റ് എ ലിറ്റിൽ ബിറ്റ് ഹിൻസ് അറ്റ് സം പെയിൻ. ദിസ് ഈസ് ഗോയിങ് ടു ഹേർട്ട് ജസ്റ്റ് എ ലിറ്റിൽ ബിറ്റ്, ഇത് കുറച്ച് വേദനിപ്പിക്കാൻ പോവാണ് കേട്ടോ എന്നുള്ള ആ ഒരു ടോപ്പിക്കിൽ തന്നെ ഇറ്റ് ഈസ് സംതിങ് റിലേറ്റഡ് ടു പെയിൻ എന്ന് മനസ്സിലാവും അല്ലേ. എന്തോ ഒരു വേദനയായിട്ട് ബന്ധപ്പെട്ടതാണ് ആ ടോപ്പിക് എന്നുള്ളത് ടോപ്പിക്കിൽ തന്നെ ഹിന്റ് ആയിട്ട് തന്നിട്ടുമുണ്ട്. ദ സ്റ്റാൻസ സെറ്റ്സ് എ ഹ്യൂമറസ് ടോൺ ഫോർ ദ പോയം. ആ ഒരു ഫസ്റ്റ് സ്റ്റാൻസ വായിക്കുമ്പോൾ തന്നെ നമുക്ക് എന്ത് മനസ്സിലാകും? ഇതൊരു ഹ്യൂമറസ് എലമെന്റ് നിറഞ്ഞിട്ടുള്ള പോയാണെന്ന് മനസ്സിലാവും. ബിക്കോസ് ദ പോയറ്റ് ഓഗ്ഡൻ നാഷ് ഇസ് നോൺ ഫോർ ഹിസ് ഹ്യൂമറസ് പോയട്രി. ഓക്കെ, ആൻഡ് ലാസ്റ്റ് പോയിന്റ് എന്താണ് പറയുന്നത്? Overall it reflects the poet's reluctance and unease about dental visits. Mainly ഈ പോയം ഡിസ്കസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ എന്താണ്? പോയറ്റിന് ഡെന്റിസ്റ്റിൻ്റെ അടുത്ത് പോകാനുള്ള ആ ഒരു റിലക്റ്റൻസ് ആൻഡ് അൺനെസ്, ആ ഒരു മടി, കംഫർട്ട് അല്ലാത്ത ആ ഒരു അവസ്ഥ, അതിനെ ചുറ്റിപ്പറ്റി അത് കുറച്ച് കോമിക്കാക്കി എക്സ്പ്രസ് ചെയ്തിട്ടുള്ള പോയാണ് ദിസ് ഇസ് ഗോയിങ് ടു ഹേർട്ട് ജസ്റ്റ് എ ലിറ്റിൽ ബിറ്റ് എന്നുള്ള പറഞ്ഞിട്ടുള്ള പോയം. ഓക്കെ, ഫസ്റ്റ് പാർട്ട് മനസ്സിലായല്ലോ അല്ലേ? ടീച്ചറിൻ്റെ പേരെന്താ? മാളവിക. യു ക്യാൻ കോൾ മീ MK. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് പാർട്ടിലേക്ക് പോവുകയാണെങ്കിൽ ബിക്കോസ് സം ടോർച്ചേഴ്സ് ആർ ഫിസിക്കൽ ആൻഡ് സം ആർ മെന്റൽ ബട്ട് ദ വൺ ദാറ്റ് ഇസ് ബോത്ത് ഇസ് ഡെന്റൽ.
പറഞ്ഞല്ലോ അൺകൺവെൻഷണൽ റൈമിംഗ് സ്കീം എന്ന് മിസ് ഒഗ്ഡൻ നാഷിനെ കുറിച്ച് ഫസ്റ്റ് പറഞ്ഞപ്പോൾ പറഞ്ഞില്ലേ, അതിനൊരു എക്സാമ്പിൾ ആയിട്ട് കണ്ടോ. സം ആർ ഫിസിക്കൽ, സം ടോർച്ചേഴ്സ് ആർ ഫിസിക്കൽ ആൻഡ് സം ആർ mental, okay, but the one that is both is dental. Okay, it is hard to be self-possessed with your jaw digging into your chest. അപ്പോൾ എന്താണ് പറയുന്നത്, മനുഷ്യനാണോ, ഇഫ് യു ആർ എ ഹ്യൂമൻ ബീങ്, മെന്റൽ ടോർച്ചേഴ്സും കാണും, ഫിസിക്കൽ ടോർച്ചേഴ്സും കാണും അല്ലേ. മാനസികമായിട്ടും ശാരീരികമായിട്ടും നമുക്ക് കുറച്ച് ടോർച്ചേഴ്സ് ഒക്കെ അനുഭവിക്കേണ്ടി വരും. പക്ഷേ രണ്ടും കൂടെ ചേർന്ന്, മെന്റലും ഫിസിക്കലും കൂടെ ചേർന്നിട്ടുള്ളതാണ് ഡെന്റൽ എന്ന് പറയുന്നത് അല്ലേ. നമുക്ക് മാനസികമായിട്ട് ഭയങ്കര ഒരു അൺഈസ് തോന്നും, അതേപോലെ ഫിസിക്കലി എന്തൊക്കെ ചെയ്തിട്ടായിരിക്കും അല്ലേ. നമ്മളിപ്പം ഒരു ഡെന്റിസ്റ്റിൻ്റെ ഡെന്റൽ ക്ലിനിക്കിൻ്റെ പുറത്ത് വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഇരിക്കുമ്പോഴേ നമുക്ക് ആ ഒരു സൗണ്ട് കേട്ട് തുടങ്ങും, എന്നുള്ള ഒരു സൗണ്ട്, ആ ക്ലീൻ ചെയ്യുന്നതിൻ്റെ ആ ഒരു മെഷീൻ്റെ ഒക്കെ സൗണ്ട് നമ്മൾ കേൾക്കുന്നില്ല. അത് കേൾക്കുമ്പോഴേ നെഞ്ചിലൊരു ടക്ക് 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 നമുക്ക് തോന്നാറുണ്ട്. എനിക്ക് നല്ല പോലെ തോന്നാറുണ്ട്. എനിക്ക് ഏറ്റവും പേടിയുള്ള ഒരു സാധനമാണ് ഒരു ഡെന്റിസ്റ്റിനെ കാണുക എന്ന് പറയുന്നതും. സോ ടോർച്ചർ മെന്റലും ഫിസിക്കൽ ആൻഡ് മെന്റൽ രണ്ടും കൂടെ ചേർന്നിട്ടുള്ള ഒരു ഫീൽഡാണ് ഡെന്റൽ എന്ന് പറയുന്നതെന്നാണ് നമ്മുടെ പോയറ്റ് പറയുന്നത്. ആൻഡ് ഇറ്റ് ഇസ് ഹാർഡ് ടു ബി സെൽഫ് പൊസസ്ഡ് വിത്ത് യുവർ ജോ ഡിഗിങ് ഇൻ ടു യുവർ ചെസ്റ്റ്. എന്താണ് പറയുന്നത്, നമുക്ക് നമ്മളെ തന്നെ കൺട്രോൾ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, എസ്പെഷ്യലി വെൻ യുവർ ജോ ഈസ് ഡിഗിങ് ഇൻ ടു യുവർ ചെസ്റ്റ്. നിങ്ങളുടെ ഈ ഒരു ജോ ചെസ്റ്റിലേക്ക് പോവുകയാണെങ്കിൽ അത് രണ്ട് രീതിയിൽ എടുക്കാം. മറ്റേ ആ ഒരു ക്ലീൻ ചെയ്യുന്ന ഒരു ഇല്ലേ, എന്നുള്ള സൗണ്ട് കേൾക്കുന്ന ഒരു സാധനം, ആ സമയത്ത് നമ്മളിങ്ങനെ വായും തുറന്ന് ഡെന്റിസ്റ്റിനെ നോക്കി, ഞാൻ ഇങ്ങനെ നോക്കുന്നതുകൊണ്ടൊന്നും തോന്നരുത്, ഞാൻ അഭിനയിക്കുകയാണ് ഡെന്റിസ്റ്റിൻ്റെ മുന്നിൽ എങ്ങനെയാണെന്ന്. ഇങ്ങനെ മൗത്ത് വൈഡ് ഓപ്പൺ ആയിട്ട് മുകളിലോട്ട് നോക്കി കിടക്കുമ്പോൾ ഇതിങ്ങനെ എന്ന് പറഞ്ഞ് ചെയ്യുമ്പോഴത്തേക്ക് വി ഫീൽ ലൈക്ക് ഈശ്വര ഇതിനി കൊഴിഞ്ഞെൻ്റെ നെഞ്ച് വരെ എത്തുമോ എന്നുള്ളൊരു ടെൻഷൻ നമുക്കുണ്ടാവും. അതല്ലെങ്കിൽ ഈ വായും തുറന്ന് ഈ ജോ ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ കിടക്കുകയല്ലേ, ചെസ്റ്റുമായിട്ട് മുട്ടിയിട്ടുള്ള ആ ഒരു സമയത്തെ ഫിസിക്കൽ ടോർച്ചർ, മെന്റൽ ടോർച്ചർ അല്ലാതെ ഉള്ളിലും ഉണ്ട്. സോ ഇത്രയും ടോർച്ചേഴ്സ് നമ്മൾ ഹാൻഡിൽ ചെയ്യുകയാണ് ഒരു സമയം ഡെന്റലിൽ. ആ സമയം എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ഈസി ഫോർ അസ് ടു കൺട്രോൾ അവർസെൽസ്. നമുക്ക് നമ്മളെ തന്നെ കൺട്രോൾ ചെയ്ത് ഓക്കെ സാരമില്ല ഇതൊക്കെ നിസ്സാരം എന്ന് പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കാൻ നമുക്ക് തന്നെ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം മെന്റലും ഫിസിക്കലും ഉണ്ട് ഈ ഡെന്റലിൽ. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ എം കെ ടീച്ചർ. അനന്തു വന്നിട്ടുണ്ട്, ഇപ്പം കുറച്ച് ലേറ്റായി പോയി, കുഴപ്പമില്ല. അനന്തുവിന് വേണ്ടി ഒന്നും കൂടെ പറയാണ്, ദിസ് ഈസ് ഗോയിങ് ടു ഹർട്ട് ജസ്റ്റ് എ ലിറ്റിൽ ബിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള പോയാണ് ബൈ ഒഗ്ഡൻ നാഷ്. ആൻഡ് ഇറ്റ്സ് റിലേറ്റഡ് സംതിങ് ടു ദിസ് ഡെന്റിസ്ട്രി. ഓക്കെ, ദെൻ ഇതിൻ്റെ ലിറ്ററൽ മീനിങ് നോക്കുകയാണെങ്കിൽ സംടൈംസ് പെയിൻ ക്യാൻ ബി ഇൻ ദ ബോഡി ഓർ ഇൻ ദ മൈൻഡ് ബട്ട് ഗോയിങ് ടു ദ ഡെന്റിസ്റ്റ് ഇസ് ബോത്ത്. നമുക്ക് ചില സമയം മനുഷ്യനാണ് പെയിൻ വരാം, ചിലപ്പോൾ ബോഡിയിലായിരിക്കും, ചിലപ്പോൾ മൈൻഡിലായിരിക്കും, പക്ഷേ മെന്റലും ഫിസിക്കലുമായിട്ടുള്ള ഒരു പെയിൻ വരുന്ന ഒരു സ്ഥലമാണ് ഡെന്റൽ എന്ന് പറയുന്നത്. ഡെന്റൽ വിസിറ്റ്സ് ആർ ടഫ് ബിക്കോസ് ദേ ഇൻവോൾവ് ഫിസിക്കൽ ഡിസ്കംഫർട്ട് ആൻഡ് സ്ട്രെസ് ഓൺ ദ മൈൻഡ്. ഡെന്റൽ വിസിറ്റ് അല്ലെങ്കിൽ ഒരു ഡെന്റിസ്റ്റിനെ കാണാൻ പോകുന്നതെന്ന് പറയുന്നത് ഫിസിക്കലും മെന്റലിയും ഭയങ്കര ഡിസ്കംഫർട്ട് ഉണ്ടാക്കുന്ന ഒരു കാര്യം. കാരണം അത് നമ്മുടെ മനസ്സിൽ എന്തുണ്ടാക്കും, ഒരുപാട് സ്ട്രെസ് ഉണ്ടാക്കും അല്ലേ. ഓൺ ദ മൈൻഡ് എന്നാണ് പറഞ്ഞത്. ഐ ഡിഡ്ന്റ് ടെൽ യു ലൈക്ക് ഇൻ ദ മൈൻഡ്, ഇറ്റ്സ് ഓൺ ദ മൈൻഡ്. കാരണം ഒരു സാധനം നമ്മളെ വല്ലാണ്ട് ടോർച്ചർ ചെയ്യുന്നുണ്ട്, പൊതുവെ ഇറ്റ്സ് ദെയർ എന്നുള്ളത് കാണിക്കാനാണ് ഓൺ ദ മൈൻഡ്. അതല്ല നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ എന്താണെന്നുള്ള രീതിയിൽ പറയാനാണ് ഇൻ ദ മൈൻഡ് നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ, so it involves physical discomfort and stress on the mind and it's hard to stay calm when your jaw is pushed against your chest. മിസ് പറഞ്ഞ പോലെ ഇങ്ങനെ വായും തുറന്ന് കിടക്കുമ്പോൾ ജോ ചെസ്റ്റിലോട്ട് ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ ആ ഒരു പ്രൊപ്പോർഷനിൽ വന്ന് നിൽക്കുമ്പോൾ നമുക്ക് സ്വന്തമായിട്ട് ഒരു സെൽഫ് കൺട്രോൾ കിട്ടുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആൻഡ് ദ ലൈൻസ് എക്സ്പ്രസ് ദാറ്റ് ഗോയിങ് ടു ദ ഡെന്റിസ്റ്റ് ക്യാൻ ബി ഡിഫിക്കൽട്ട് ആൻഡ് എ ബിറ്റ് ഫണ്ണി. കാണുന്നത് ഡെന്റിസ്റ്റിൻ്റെ അടുത്ത് പോകുക എന്നുള്ളത് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടാസ്ക് ആണ്. അറ്റ് ദ സെയിം ടൈം ഇറ്റ്സ് റിയലി ഫണ്ണി എന്ന്. അവിടെ ഇരിക്കുന്നവന് വലിയ ഫണ്ണി അല്ലെങ്കിലും കാണുന്നവൻ അതൊരു ഫണ്ണിയായി മാറാം നമുക്ക് അല്ലേ. അതുകൊണ്ടാണല്ലോ അത് അത്രയും ഡിഫിക്കൽട്ട് ആയതുകൊണ്ടാണ് ഇപ്പോൾ വായിക്കുമ്പോൾ നമുക്കൊരു ചിരി വരുന്നത്. നാളെ നമ്മൾ ഡെന്റിസ്റ്റിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ കൂടെ വരുന്നവർക്കായിരിക്കും അതൊരു ഫണ്ണിയായിട്ട് തോന്നുക. സോ ഇറ്റ് ഡസൻറ്റ് മാറ്റർ. എങ്ങനെയാണെങ്കിലും ഗോയിങ് ടു ഡെന്റിസ്റ്റ് ക്യാൻ ബി ഡിഫിക്കൽട്ട് അറ്റ് ദ സെയിം ടൈം ഇറ്റ് ക്യാൻ ബി ഫണ്ണി ടു. ഓക്കെ, മനസ്സിലാവുന്നുണ്ടെങ്കിൽ അതും കൂടെ ഇടയ്ക്കിടയ്ക്ക് എന്ന് പറയണം കേട്ടോ. ഓക്കെ, സോ അടുത്ത ഇതിലേക്ക് പോയാലോ. So hard to retain your calm when your fingernails are making serious alterations in your life line or love line or some other important line in your palm. ഇവിടെ മിസ് ഒരു പാം കൊടുത്തേക്കുന്ന കണ്ടിട്ടില്ലേ, നമ്മുടെ കയ്യിലുള്ള രേഖയുണ്ടല്ലേ, ക്ലിയർ ആണല്ലോ. ഓക്കെ, ഇതിൽ നമ്മൾക്ക് എന്തൊക്കെ രീതിയിലുള്ള ലൈൻസ് കാണാൻ പറ്റും. ഇപ്പം ഇതാ സ്ക്രീനിൽ തന്നെ നോക്കിക്കോ, ചിലപ്പോൾ ഞാൻ കൈ കാണിച്ചാൽ ക്ലിയർ ആയിരിക്കില്ല. സ്ക്രീനിൽ ഇവിടെ ഒരു പാമ്പിൻ്റെ ഇത് കണ്ടോ,
അതിലിപ്പോൾ ഇതാ കാണിച്ചിട്ടുണ്ട്, ഹാർട്ട് ലൈൻ കാണിച്ചിട്ടുണ്ട്, അതേപോലെ എന്തൊക്കെയോ ലൈൻ കാണിച്ചിട്ടുണ്ട് അല്ലേ, ബ്രെയിൻ ലൈനാണ് ഈ പോകുന്നത്. ഇങ്ങനെ പല രീതിയിലുള്ള ലൈൻസ് ഉണ്ട്. ഇതൊക്കെ എന്ന് പറയുന്നത് ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ ലവ് ലൈൻ ഉണ്ടെന്ന് പറയുക അല്ലേ, അങ്ങനെ എന്തൊക്കെയോ ഇല്ലേ, പലതരം ലൈൻസ് ഉണ്ട്. പക്ഷെ പോയിട്ട് പറയുന്നത് ഔട്ട് ഓഫ് ദാറ്റ് സ്ട്രെസ്, നമ്മൾ സ്ട്രെസ്സ് കാരണം ചിലപ്പം ഇങ്ങനെ വായും തുറന്നിരിക്കുമ്പോൾ ചിലപ്പോൾ കൈയൊക്കെ ഇങ്ങോട്ടും ഇങ്ങോട്ടും സ്ട്രെസ്സ് കാരണം സ്ക്രാച്ച് ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ സ്ക്രാച്ച് ചെയ്യുമ്പോൾ, റെഡ് ലൈൻ കൊണ്ട് കാണിച്ചാൽ ഇങ്ങനെ സ്ക്രാച്ച് ചെയ്യുമ്പോൾ കണ്ടോ, ശരിക്കുള്ള ലൈനും നമ്മൾ സ്ക്രാച്ച് ചെയ്തിട്ട് വന്നിട്ടുള്ള ആ പാടും തമ്മിൽ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സായി പോകുന്നുണ്ട് അല്ലേ. ചിലപ്പോൾ ഈ സ്ക്രാച്ച് ചെയ്യുന്നത് കാരണം നമ്മുടെ ജീവിതരേഖ തന്നെ മാറിപ്പോവാൻ ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. ഇത് റിയൽ ആണോ? അല്ല, ഏറ്റവും രീതിയിൽ ഹ്യൂമറസ് എലമെന്റ് വർക്ക്ഔട്ട് ചെയ്യാൻ ശ്രമിക്കുന്നതാണല്ലോ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ മനുഷ്യന്റെ കയ്യിൽ കാണുന്ന പലതരം ലൈൻസ് ഉണ്ട്. ഔട്ട് ഓഫ് ടെൻഷൻ നമ്മൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതെന്താ ഈ കാണിക്കുന്നത്, ഇതെപ്പോൾ കഴിയുന്നൊക്കെ ആലോചിച്ച് ഇങ്ങനെ സ്ക്രാച്ച് ചെയ്യുമ്പോൾ ചിലപ്പം ഈ ഒരു ജീവിതരേഖ തന്നെ ഇത് പോയാൽ പോയില്ലേ, ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ലൈഫ് എന്നാണല്ലോ നമ്മുടെ ഒരു ബിലീഫ്. ഇതപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തി വരച്ച് അതിൻ്റെ ആ ഒരു നാച്ചുറൽ സാധനം കളഞ്ഞ് വേറെ ഏതെങ്കിലും രീതിയിലാക്കിയാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ആ ഒരു അവസ്ഥയാണ് പറയുന്നത്. ഓക്കെ, സോ when your fingernails are making serious alterations in your lifeline or love line, ലൈഫ്ലൈനിലോ അല്ലെങ്കിൽ ലവ് ലൈനോ അല്ലെങ്കിൽ മാരേജ് ലൈനോ ഇതുപോലുള്ള സാധനങ്ങളിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ നമ്മളായിട്ട് സ്വന്തമായിട്ട് ഉണ്ടാക്കി തീർക്കുമ്പോൾ ഹൗ ക്യാൻ ബി സോ വെരി കാം, നമുക്ക് എങ്ങനെ കാമായിട്ടിരിക്കാൻ പറ്റുമെന്നാണ് പോയിട്ട് ചോദിക്കുന്നത്. സോ ഇതിൻ്റെ മീനിങ് നോക്കുകയാണെങ്കിൽ എന്താണ്, ഇറ്റ്സ് ടഫ് ടു സ്റ്റേ കാം വെൻ യുവർ ഫിംഗർ നെയിൽസ് ആർ സീരിയസ്ലി അഫക്റ്റിംഗ് ലൈൻസ് ഇൻ യുവർ പാം. നിങ്ങളുടെ പാമിലെ ആ ഒരു സീരിയസ് ലൈൻസ് ഇല്ലാതാക്കുന്നത് കാണുമ്പോൾ നമുക്ക് അങ്ങനെ സമാധാനത്തോടെ ഇരിക്കാനായിട്ട് സാധിക്കില്ല. കാരണം നമ്മുടെ ലൈഫ് ഇസ് ബേസ്ഡ് ഓൺ ദീസ് ലൈൻസ് എന്നാണ് നമ്മുടെ ഒരു വിശ്വാസം. ആൻഡ് ദ പോയിന്റ് സജസ്റ്റ് ദാറ്റ് ഡ്യൂറിംഗ് സ്ട്രെസ്ഫുൾ ടൈംസ് ലൈക്ക് അറ്റ് ദി ഡെന്റിസ്റ്റ് ഇറ്റ്സ് ഹാർഡ് ടു കീപ് യുവർ സെൽഫ് കൂൾ. ഏറ്റവും സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള എസ്പെഷ്യലി ഡെന്റിസ്റ്റിന്റെ ഫ്രണ്ടിൽ ഇതേപോലെ മൗത്ത് വൈഡ് ഓപ്പൺ ആയിട്ട് കിടക്കുന്ന ആ ഒരു സമയം എന്ന് പറയുന്നത് നമുക്ക് നമ്മളെ തന്നെ പിടിച്ചു നിർത്താൻ, ടു കൺട്രോൾ ourselves is a big task എന്നാണ് പറയുന്നത്. The lines highlight the tension and nervousness felt during moments of discomfort using a bit of humor. എന്താണ് ഈ ഒരു സ്റ്റാൻസ് അല്ലെങ്കിൽ ഈ ഒരു സെക്ഷൻ പറയുന്നത് എന്താണ്, ആ ഒരു ടെൻഷൻ കാരണം, നെർവസ്നെസ് കാരണം കാണിച്ചു കൂട്ടുന്ന എന്തിനുള്ള നെർവസ്നെസ്, ഡെന്റിസ്റ്റിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ ആ ഒരു നെർവസ്നെസ് കാരണം നമുക്കുണ്ടാകുന്ന ഒരു ഡിസ്കംഫർട്ടിനെ എന്താണ് ഹ്യൂമർ കൊണ്ടിട്ടാണ് ഇവിടെ മൊത്തം എക്സ്പ്രസ് ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. എന്നാലും കുറച്ചും കൂടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ മിസ് ഒരു ചെറിയ സമ്മറി കൂടെ തരുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ. ഐ യു ഗൈസ് ഏബിൾ ടു ഫോളോ മൈ ക്ലാസ്? അതും കൂടെ ഒന്ന് പറഞ്ഞേ. കമന്റ് ഇട്ട് നല്ല ഉഷാറായി വന്ന ഇടയ്ക്ക് അങ്ങ് പോയി. ഐ യു ഗൈസ് ഏബിൾ ടു ഫോളോ മൈ ക്ലാസ്? ലെറ്റ് മീ നോ, പ്ലീസ് ലെറ്റ് മീ നോ അബൌട്ട് ഇറ്റ്. അതോ പോയോ? കിട്ടുന്നുണ്ടല്ലോ അല്ലേ ക്ലാസ്? ഒന്ന് പറഞ്ഞേ. ആനന്ദു, ഡാൻ, ഭഗത്, just tell me or just let me know about my class. Are you guys able to follow me? Okay, നമുക്ക് അടുത്ത പേജിലേക്ക് പോയാലോ? പിന്നല്ല. ഓക്കെ, ഡാൻ പറഞ്ഞിട്ടുണ്ട്. So hard to give your usual effect of cheery benignity when you know your position is one of the 2 or 3 in life most lacking in dignity. So സാധാരണ നമുക്ക് കോമൺ സെൻസ് വെച്ച് എവിടെയെങ്കിലും ഒക്കെ പോയാൽ വി നോ ഹൗ ടു ബിഹേവ് ഇൻ ഫ്രണ്ട് ഓഫ് എ പബ്ലിക് അല്ലേ. ഒരു പബ്ലിക്കിൻ്റെ മുന്നിൽ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ ഒരു ലൈക്ക് ഒരു സൊസൈറ്റിയിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ വി വെരി വെൽ നോ ഹൗ ടു ബിഹേവ് ഇൻ ഫ്രണ്ട് ഓഫ് ദം. പക്ഷേ നമുക്ക് ആ ഒരു കാംനെസ് അല്ലെങ്കിൽ ആ ഒരു കൈൻഡ്നെസ് ഡെന്റിസ്റ്റിൻ്റെ മുന്നിലിരിക്കുമ്പം എടുത്ത് കാണിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത്. വൈ ഇസ് ഇറ്റ് സോ? കാരണം ഡിഗ്നിറ്റി എന്ന് പറയുന്ന ഒരു സാധനം ലീസ്റ്റ് ആയിട്ട് കിടക്കുന്ന ഒരു സമയമാണിത്. നമുക്ക് ഇപ്പം ഒരു IAS ഓഫീസർ ആയിക്കൊള്ളട്ടെ, ഡോക്ടർ ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ ടീച്ചർ ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു പൊസിഷൻ ഹോൾഡ് ചെയ്യുന്ന ഒരാളായിക്കൊള്ളട്ടെ, ആര് പോയാലും ഈ ഡെന്റിസ്റ്റിൻ്റെ മുന്നിൽ ചെന്ന് കിടക്കുമ്പോഴത്തേക്ക് മൗത്ത് വൈഡ് ഓപ്പൺ ആയിട്ട് വേണം നമ്മൾ അവിടെ ചാരി കിടക്കാനായിട്ടല്ലേ. സോ അവിടെ ഒരു എന്താണ് സൊസൈറ്റിയുടെ ആ ഒരു സ്റ്റേറ്റസ് ഓഫ് ദി സൊസൈറ്റി ഒന്നുമില്ല. ഇപ്പോൾ വലിയവനാണെങ്കിലും ചെറിയവനാണെങ്കിലും ഒരേപോലെ ആന്ന് പറഞ്ഞിട്ട് മുകളിലോട്ട് നോക്കി കിടക്കണം. ആ ഒരു സമയം എന്ന് പറയുന്നത് എന്താണ്, ഡിഗ്നിറ്റി തീരെ ഇല്ലാത്ത ഒരു സമയമായിട്ടാണ് പോയിട്ട് പറഞ്ഞിട്ടുള്ളത്. സോ when you know your position is one of the 2 or 3 in life most lacking in dignity, so it is challenging to appear cheerful and kind when you are aware that your role is among the least dignified in life. ഇങ്ങനെ വായും തുറന്ന് ഒരാളുടെ മുന്നിൽ ഒരു നാണം ഇല്ലാതെ, കാരണം നമുക്കറിയാം നമ്മൾ യൂഷ്വലി ഒരു മൗത്ത് ഓപ്പൺ ചെയ്യാൻ പറഞ്ഞാൽ എന്നൊന്ന് പറയുമായിരിക്കും അല്ലേ. പക്ഷെ ഒരു ഡെന്റിസ്റ്റിൻ്റെ അടുത്ത് ചെന്ന് കിടക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു ടൂൾ ഉണ്ടാവും, ഒരു ക്രോബാർ കാണും, ഇവിടെയും ഇവിടെയായിട്ട് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്തിട്ടാണ് പിടിക്കുന്നത്. ആ സമയത്ത് സ്വന്തമായിട്ട് ഒരു സെൽഫി എടുക്കാൻ ആരെങ്കിലും ധൈര്യപ്പെടുവോ?
നിങ്ങൾ ചെയ്യുമോ? സാധാരണ യൂഷ്വലി നമ്മൾ എവിടെ പോയാലും ഒരു സെൽഫി എടുക്കാറുണ്ട്. ഒരു ഡെന്റിസ്റ്റിന്റെ മുന്നിൽ കിടക്കുന്ന സെൽഫി നമ്മൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? കാരണം നമ്മുടെ ഫേസിന്റെ ഏറ്റവും വികൃതമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഡെന്റിസ്റ്റിന്റെ മുന്നിൽ കിടക്കുമ്പോൾ എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാനും നിങ്ങളും എല്ലാം, അല്ലേ? സോ ആ ഒരു സമയത്ത് നമുക്ക് എന്താണ് ഒട്ടും കോൺഫിഡൻസ് ഇല്ലാതെ അതേപോലെ കാണിക്കാം. കാരണം അത്രയും ബോറായിട്ടായിരിക്കും നമ്മുടെ ഫേസ് ആ സമയം ഉണ്ടാകുക. സോ ദാറ്റ്സ് വൈ ഡാൻ പറഞ്ഞു സത്യം, സത്യം. ഞാനും പറയുന്നു സത്യം. ഓക്കെ, സോ അത്രയും ലീസ്റ്റ് ഡിഗ്നിഫൈഡ് ആയിട്ടാണ് നമ്മൾ ആ ലൈഫിൽ ആ ഒരു മൊമെന്റിൽ ഡെന്റിസ്റ്റിന്റെ മുന്നിൽ കിടക്കുക എന്നാണ് പോയിട്ട് പറയുക. ദ പോയിന്റ് ടോക്സ് അബൌട്ട് ദ ചാലഞ്ച് ഓഫ് കീപ്പിംഗ് എ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്. ഇതൊക്കെ നിസ്സാരം, ഇതിനേക്കാൾ അപ്പുറം നമ്മുടെ ലൈഫിൽ വരും എന്നൊക്കെയുള്ള രീതിയിൽ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് അപ്പം അവിടെ വർക്കൗട്ട് ആകുമോ, ആരെങ്കിലും ഡോറ് തുറന്നാലോ എന്നുള്ളൊരു ടെൻഷനായിരിക്കും നമുക്ക് ഉണ്ടാവുക, അല്ലേ? അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ കിടക്കുമ്പോഴത്തേക്ക് ഈശ്വര പല്ല് ഇത്രയും കേടാണെന്നുള്ളത് സാറ് കാണുമല്ലോ ഒക്കെ ഉള്ളത് നമ്മുടെ മനസ്സിലേക്ക് വരും, അല്ലേ? അങ്ങനത്തെ പല ടെൻഷനാണ്. ആ സമയത്ത് ഈ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് എടുത്തുകൊണ്ട് ചെന്നിട്ട് ജസ്റ്റ് ലീവ് ഇറ്റ്, ഇഗ്നോർ ഇറ്റ് എന്ന് പറഞ്ഞാൽ അത് ആരും വകവെക്കില്ല. കാരണം ഡെന്റിസ്റ്റിൻ്റെ അടുത്ത് പോകുന്ന ആൾക്കറിയാം അതിൻ്റെ ടെൻഷൻ, അല്ലേ ഡാനെ? ഞാനും നിന്റെ സൈഡാണ് കേട്ടോ. ഓക്കെ, ദാറ്റ് മേ ഫീൽ ഓക്വേർഡ് ഓർ അൺഡിഗ്നിഫൈഡ്. ഏറ്റവും ഓക്വേർഡ് ആയിട്ട് നമുക്ക് തോന്നിയ ആ ഒരു നിമിഷമാണ് ഡെന്റിസ്റ്റിൻ്റെ അടുത്തെന്ന് പറയുന്നത്. ആൻഡ് ദീസ് ലൈൻസ് ഹൈലൈറ്റ് ദ ഡിഫിക്കൽറ്റി ഓഫ് അപ്പിയറിംഗ് ചിയർഫുൾ വെൻ യു ആർ ഇൻ എ പൊസിഷൻ ദാറ്റ് ലാക്സ് ഡിഗ്നിറ്റി. ഇത്രയും ഡിഗ്നിറ്റി ലാക്ക് ചെയ്ത് നിൽക്കുന്ന ആ ഒരു സമയം നമുക്ക് ഈ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് കാണിച്ച് ലൈഫ് ഇതാണ് അതാണ് ഇതാണെന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കാരണം നമുക്ക് ആ സമയത്ത് കോൺഫിഡൻസ് ഉണ്ടാവില്ല. ലീസ് ഡിഗ്നിറ്റി ആയിട്ടുള്ള ടൈമാണ്. ഈ ക്ലാസ് കാണുന്ന ഏതെങ്കിലും ഡെന്റിസ്റ്റുകളുണ്ടെങ്കിൽ പാർഡൺ മീ, ഇത് ഞാൻ പറഞ്ഞ പോയിന്റ് അല്ല, നമ്മുടെ ഫേമസ് ആയിട്ടുള്ള അമേരിക്കൻ പോയിന്റ് ഒഗ്ഡൻ നാഷ് അദ്ദേഹത്തിന്റെ ഹ്യൂമറസ് പോയട്രി കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള ഒരു തീമാണ് കേട്ടോ. ഞാൻ ക്ലാസ് എടുക്കുന്നു മാത്രം. ഓക്കെ, യാ അവസ്ഥയാണെന്ന് ഡാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് പോവുകയാണെങ്കിൽ ഇതൊരു ബ്യൂട്ടിഫുൾ കമ്പാരിസൺ ആണ് കേട്ടോ. ബ്യൂട്ടിഫുൾ എന്നല്ല, ഒരു ഭയങ്കര ഹ്യൂമറസ് ആയിട്ടുള്ള ഒരു കമ്പാരിസൺ ആണ്. ആൻഡ് യുവർ മൗത്ത് ഇസ് ലൈക്ക് എ സെക്ഷൻ ഓഫ് റോഡ് that is being worked on, and it's all cluttered up with stone, crushers and concrete mixers and drills and steam rollers, and there is not a nerve in your head that are not being worked on. എന്താണ് പറയുന്നത് ഇവിടെ? നമ്മുടെ മൗത്തിനെ, ഡെന്റിസ്റ്റിന്റെ മുന്നിൽ വൈഡ് ഓപ്പൺ ആയിട്ട് കിടക്കുന്ന ആ ഒരു മൗത്തിനെ റോഡ് അണ്ടർ കൺസ്ട്രക്ഷനോടായിട്ടാണ് എന്താണ് കമ്പയർ ചെയ്തിട്ടുള്ളത്. ഇറ്റ്സ് ലൈക്ക് എ സെക്ഷൻ ഓഫ് റോഡ് ദാറ്റ് ഈസ് ബീങ് വർക്ക്ഡ് ഓൺ. പണി നടന്നുകൊണ്ടിരിക്കുന്ന റോഡുമായിട്ടാണ് നമ്മുടെ ആ ഒരു മൗത്തിനെ, ഇത്രയും ഭാഗത്തിനെ കമ്പയർ ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇറ്റ്സ് ഓൾ ക്ലട്ടേർഡ് ഓഫ് വിത്ത് സ്റ്റോൺ. നമ്മുടെ ഈ സ്ക്രീനിൽ തന്നെ കാണുന്നില്ലേ, പലതരം പൊടി ഉണ്ടാവും, മണ്ണുണ്ടാവും, കോൺക്രീറ്റ് ഉണ്ടാവും, ഈ ഡ്രില്ലിംഗ് മെഷീൻ ഉണ്ടാവും, JCB ഉണ്ടാവും. ഇതുപോലുള്ള പല ടൂൾസും മെഷീൻസും ഒക്കെ വന്നു പോകുന്ന റോഡ് എങ്ങനെയാണോ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നത്, അതേപോലെയാണ് ഒരു ഡെന്റിസ്റ്റിന്റെ മുന്നിൽ ഡെന്റിസ്റ്റ് ശരിയാക്കിക്കൊണ്ടിരിക്കുമ്പം നമ്മുടെ വായും ഉണ്ടാകുക എന്നാണ് പറയുന്നത്. ഓക്കെ, ആൻഡ് സ്റ്റീം റോളേഴ്സ് ആൻഡ് ദർ ഇസ് നോട്ട് എ നെർവ് ഇൻ യുവർ ഹെഡ് ദാറ്റ് യു ഹാവ് നോട്ട് ബീങ് വർക്ക്ഡ് ഓൺ. ഈ ഒരു സമയം ഈ ഒരു പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നില്ല. ജസ്റ്റ് നോർമൽ ക്ലീനിങ് ആണെങ്കിൽ പോലും ഈ ഒരു പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ തലയിൽ ഒരൊറ്റ നെർവ് പോലും ഇത് ബാധിക്കാത്തതായിട്ടുണ്ടാവില്ല. ഒന്നാമത് ടെൻഷനാണ്, സ്ട്രെസ്സാണ്, ഫിസിക്കൽ ടോർച്ചർ ഉണ്ട്, മെൻ്റൽ ടോർച്ചർ ഉണ്ട്, അതല്ലാത്ത കോൺഫിഡൻസിൻ്റെയും ലാക്ക് ഓഫ് ഡിഗ്നിറ്റിയുടെയും സംഭവങ്ങളുണ്ട്. ഇതിൻ്റെ എല്ലാം ഇടയ്ക്ക് വളരെ കൂളായിട്ട് ചെയ്യേണ്ടത് ചെയ്തോ എന്ന് പറയുമോ നമ്മുടെ ബ്രെയിന്? ഇല്ല, അല്ലേ? ഇതൊക്കെ ബാധിച്ചിട്ട് ഇറിറ്റേറ്റഡ് ആയിട്ടുള്ള നെർവ്സ് ആയിരിക്കും നമ്മുടെ തലയിൽ മൊത്തം ഉണ്ടാവുക എന്നാണ് പറയുന്നത്. യോജിക്കുന്നില്ലേ? അങ്ങനെ തന്നെയല്ലേ? നിങ്ങളൊക്കെ ഡെന്റിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ടുണ്ടോ? മിസ്സൊക്കെ ഒരുപാട് പോയിട്ടുള്ളതുകൊണ്ടാവും ഈ ഒരു പോയിന്റ് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റി. നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇതിൻ്റെ മീനിങ് നോക്കുകയാണെങ്കിൽ എന്താ പറയുക? സമ്മറി പറയുകയാണെങ്കിൽ ദ പോയിന്റ് കമ്പയർസ് യുവർ മൗത്ത് ഡ്യൂറിങ് ഡെന്റൽ വർക്ക് ടു എ കൺസ്ട്രക്ഷൻ സൈറ്റ്. ഒരു കൺസ്ട്രക്ഷൻ സൈറ്റിനോടാണ് ഡെന്റൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ മൗത്തിനെ പോയിട്ട് കമ്പയർ ചെയ്യുന്നത്. ഇമേജറി ഈസ് യൂസ്ഡ് ഡിസ്ക്രൈബിംഗ് വേരിയസ് കൺസ്ട്രക്ഷൻ ടൂൾസ് ലൈക്ക് സ്റ്റോൺ ക്രഷേഴ്സ്, കോൺക്രീറ്റ് മിക്സേഴ്സ്, ഡ്രിൽസ് ആൻഡ് സ്റ്റീം റോളേഴ്സ്. ഞാൻ ചിരിച്ചത് ഡാൻ പറഞ്ഞിട്ടുണ്ട് സോ റിലേറ്റബിൾ. അതിൻ്റെ അവസ്ഥ എനിക്ക് വല്ലാണ്ട് എനിക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, സോ ദ ഐഡിയ ഇസ് ദാറ്റ് എവറി പാർട്ട് ഓഫ് യുവർ ഹെഡ് ഫീൽസ് ഇറിറ്റേറ്റഡ് ഓർ ബോതേർഡ് ഡ്യൂറിംഗ് ഡെന്റൽ പ്രൊസീജിയേഴ്സ്, എംഫസൈസിങ് ദ ഡിസ്കംഫർട്ട് ആൻഡ് നോയ്സ് അസോസിയേറ്റഡ് വിത്ത് ഡെന്റൽ വർക്ക്. ഇതിൻ്റെ ഒന്നാമതേ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച് വലിക്കുകയൊക്കെ ചെയ്യും. നമ്മൾ ആ ഒരു കറക്റ്റ് പ്രൊപ്പോർഷനിലല്ല നമ്മുടെ ഇത്രയും ഭാഗം ഇരിക്കുന്നത്. എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, എന്താ ചെയ്യുന്നത് നമുക്ക് കാണാൻ പോലും പറ്റില്ല. ഇടയ്ക്ക് കുറച്ച് കെമിക്കലിൻ്റെ ടേസ്റ്റ് വരും. പിന്നെ സലൈവ സക്ക് ചെയ്യാനായിട്ട് കുറച്ച്
ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ടാവും. ഇതിൻ്റെ എല്ലാം ഇടയ്ക്ക് എന്താ സംഭവിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാത്ത ഒരു ക്വസ്റ്റ്യൻ മാർക്ക് തലയിലുണ്ട്. പിന്നെ ഫിസിക്കൽ ടോർച്ചർ, മെൻ്റൽ ടോർച്ചർ, ഇതെല്ലാം കൂടെ ആകുമ്പോഴത്തേക്ക് നമ്മുടെ തല പുകഞ്ഞ ഒരു പരുവമായി മാറും എന്നാണ് പോയറ്റ് പറയുന്നത് കേട്ടോ. ദർ ഇസ് നോട്ട് ഈവൻ എ സിംഗിൾ നെർവ്, ഇറിറ്റേറ്റഡ് അല്ലാത്തതായിട്ട് ദർ ഇസ് നോട്ട് ഈവൻ എ സിംഗിൾ നെർവ് നമ്മുടെ തലയിൽ. ഓക്കെ, ഇത്രയും ഓർത്താൽ മാത്രം മതി ആ ഒരു പാർട്ടിനെ കുറിച്ച്. ആൻഡ് നെക്സ്റ്റ് എന്താണ് പറയുന്നത്? Some people are unfortunate enough to be strung up by thumbs and others have things down to their gums. എന്താണ് thumbs, gums, mental, dental, unconventional rhyming style. Okay? കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ഞാൻ ഇതേപോലുള്ള ചില ലൈൻസിൽ ഇതേപോലെ ഫോക്കസ് ചെയ്യുമ്പോഴത്തേക്ക് യു ഗൈസ് ജസ്റ്റ് നീഡ് ടു കണക്റ്റഡ് വിത്ത് ദിസ് അൺകൺവെൻഷണൽ റൈമിംഗ് സ്കീം ഓഫ് ദിസ് പേഴ്സൺ. ഓക്കെ, ഓഫ് ദിസ് പോയറ്റ് എന്ന് പറയുന്നത്. ചിലർ എന്താണ് പറയുന്നത്? ചിലർ ഭയങ്കര എന്താണ് അൺഫോർച്ചുനേറ്റ് ആണ്. ഫോർ വാട്ട്? ചിലർ ഈ തംസ്, നമ്മുടെ ഡെന്റിസ്റ്റ് വയൽ ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് തംസ് യൂസ് ചെയ്യുക അല്ല, ചില ഇതൊക്കെ കാണണമെങ്കിൽ ഈ ഒരു വിരൽ യൂസ് ചെയ്തിട്ട് നോക്കും. ചിലവർക്ക് അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ ഇറിറ്റേറ്റഡ് ആകുന്നവരുണ്ട്. ആൻഡ് അതേഴ്സ് ഹാവ് തിങ്സ് ഡൺ ടു ഗംസ്. ചിലവരെന്ന് പറയുന്നത് ഈ ഗമ്മിൽ, നമ്മുടെ ഈ ഒരു ഗമ്മിൽ എന്തെങ്കിലും ചെയ്യുമ്പോഴായിരിക്കും. തംസ്, ഗംസ്. ചിലപ്പോൾ ഈ വിരലൊന്ന് തൊടുമ്പോഴേ ഇറിറ്റേറ്റഡ് ആവുന്നവരുണ്ട്. ചിലവർ മറ്റേ അതിങ്ങനെ കുഴിച്ച് റൂട്ട് കനാലൊക്കെ ചെയ്യുന്ന ആ ഒരു സമയത്ത് ഇറിറ്റേറ്റഡ് ആവുന്നുണ്ട്. ഇവരൊക്കെ അൺഫോർച്ചുനേറ്റ് പീപ്പിൾ ആണ്. കാരണം ആരും ഇഷ്ടത്തോടെ അല്ല ഈ ഒരു ഡെന്റിസ്റ്റിന്റെ മുന്നിൽ വന്ന് നിൽക്കുന്നത്. പക്ഷെ പല്ലുവേദന തുടങ്ങിയാൽ നമുക്ക് പിടിച്ചു നിർത്താനായിട്ട് പറ്റും. ഇറ്റ്സ് നോട്ട് പോസിബിൾ ഫോർ us to control ourselves. വേദന വന്നാലും ശരി, വേദന കുറയ്ക്കാൻ ഡോക്ടറിന്റെ അടുത്ത് പോയാലും ശരി, ഇറ്റ്സ് നോട്ട് ഈസി ഫോർ us to control ourselves when you are in front of a dentist. അല്ലേ? കറക്റ്റ് ആണല്ലോ അല്ലേ? ആൻഡ് സി ഹലോ, 7 o'clock ആണ് കേട്ടോ നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുക. 7:30 കഴിഞ്ഞു. ഹാഫ് ആൻ അവർ ലേറ്റ് ആണ്. പകുതി ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്ക് നമ്മൾ കുറച്ചൊന്ന് കവർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിനേക്കാൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമ്മൾ വരുന്നുണ്ട്. ക്ലാസ് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾ റെഫർ ചെയ്താൽ മതി കേട്ടോ. ഈ ക്ലാസ് കഴിഞ്ഞിട്ട് ബാക്കി നിങ്ങൾ കണ്ടാൽ മതി. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഫീൽ ഫ്രീ ടു ആസ്ക് ക്വസ്റ്റ്യൻസ് അറ്റ് എനി ടൈം ആസ് ഐ യൂഷ്വലി സേ. ഓക്കെ, ആൻഡ് ഇതിലെ സമ്മറി എന്താണ് പറയുന്നത്? സം പീപ്പിൾ ഫേസ് ബാഡ് സിറ്റുവേഷൻസ് ലൈക്ക് ബീങ് സ്ട്രങ് അപ്പ് ബൈ ദിയർ തംസ്. ചിലവർ ഈ ഒരു തംസ് തൊടുമ്പോൾ തന്നെ ഒരു ബാഡ് ഫീലിംഗ് നമുക്ക് തുടങ്ങും. അതേഴ്സ് ഗോ ത്രൂ ഡെന്റൽ പ്രൊസീജിയേഴ്സ് ഓൺ ദിയർ ഗംസ്. അതേസമയം ചിലവർ ഈ ഒരു ഡ്രില്ലിംഗ് പോലുള്ള പ്രോസസ്സിൽ കൂടെ ആയിരിക്കും ഗമ്മിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇൻ ദീസ് ലൈൻസ് ദ പോയറ്റ് ഇസ് ഡ്രോയിങ് എ കമ്പാരിസൺ ബിറ്റ്വീൻ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് അൺഫോർച്ചുനേറ്റ് എക്സ്പീരിയൻസസ്. തമ്പാണെങ്കിലും ഗമ്മാണെങ്കിലും അവസ്ഥ നമ്മുടേതല്ലേ, അവിടെ ഇരിക്കുന്ന പേഷ്യൻറ്റിൻ്റെ അല്ലേ? ഇതെല്ലാം അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്. ബിക്കോസ് വി ഡോണ്ട് റിയലി വോണ്ട് ഗോ ടു എ ഡെന്റിസ്റ്റ് അല്ലേ? നമുക്ക് ടെൻഷൻ ആണ്, ബേസിക്കലി ടെൻഷൻ ആണ് ഉള്ളത്. ഹൈലൈറ്റിംഗ് ദ ഡിസ്കംഫർട്ട് ഓർ പെയിൻ അസോസിയേറ്റഡ് വിത്ത് ബോത്ത് ബീങ് സ്ട്രങ് അപ്പ് ബൈ തംസ് ആൻഡ് അണ്ടർഗോയിങ് ഡെന്റൽ പ്രൊസീജിയേഴ്സ് ഓൺ ദ ഗംസ്. കാരണം അതൊരു മെന്റൽ ആൻഡ് ഫിസിക്കൽ ടോർച്ചേഴ്സ് കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു ഹ്യൂജ് ടോർച്ചറാണ് ഈ ഒരു ഫേസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇൻ ഫ്രണ്ട് ഓഫ് എ ഡെന്റിസ്റ്റ് എന്ന് പറയുന്നത്. ഇത്രയാണ് പറയുന്നത്. ആൻഡ് നെക്സ്റ്റിലേക്ക് പോവുകയാണെങ്കിൽ, ആൻഡ് യുവർ ടീത്ത് ആർ സപ്പോസ് ടു ബി ബീങ് പോളിഷ്ഡ് but you have reason to believe they are being demolished, and the circumstance that adds most to your terror is that it's all done with a mirror. അത് അതിനേക്കാൾ വലിയ കോമഡിയാണ് പറയുന്നത്. ശരിക്കും നമ്മൾ എന്തിനാണ് പോകുന്നത്? ഈ ഒരു നമ്മുടെ ടീത്തൊക്കെ ഒന്ന് പോളിഷ് ചെയ്തെടുക്കാൻ, ഒന്ന് ബെസ്റ്റ് ആക്കി എടുക്കാനാണ് പോകുന്നത്. പക്ഷേ ഈ ഒരു പ്രോസസ്സ് കാണുമ്പോൾ വി ഹാവ് ആൻ ഓക്വേർഡ് ഫീൽ ഓർ ഐഡിയ ലൈക്ക് ദാറ്റ്, എന്താണ് ഇതെന്താണ് പോളിഷ് ചെയ്യാൻ വന്നതാണെങ്കിലും ഡിമോളിഷ് ചെയ്യാൻ, അതായത് തകർക്കാൻ വന്ന പോലെയാണോ നിങ്ങൾക്ക് തോന്നുക അല്ലേ? നല്ലൊരു റിസൾട്ടിന് വേണ്ടിയിട്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. പക്ഷേ ഈ പ്രോസസ്സിൽ കൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് തോന്നും, അയ്യോ ഇത്രയും പണി ഈ പല്ല് താങ്ങാൻ പറ്റുമോ, ഇത് കഴിയുമ്പോൾ എനിക്ക് ഇതേപോലെ തന്നെ തിരിച്ചു പോകാൻ പറ്റുമോ എന്ന് അവിടെ ആ ഒരു ടൈമിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരാളുടെ ഏതൊരു മനുഷ്യൻ്റെ മനസ്സിലേക്കും വരുന്നതാണ്. ആൻഡ് ദ സർക്കംസ്റ്റാൻസ് ദാറ്റ്സ് മോസ്റ്റ് യുവർ ടെറർ ഈസ് ദാറ്റ് ഇറ്റ്സ് ഓൾ ഡൺ വിത്ത് എ മിറർ. ഏറ്റവും കൂടുതൽ നമുക്ക് പേടി തോന്നിക്കുന്ന കാര്യം എന്താ? ഇതെല്ലാം അദ്ദേഹം, ഈ ഒരു ഡോക്ടർ, ഡെന്റിസ്റ്റ് മനസ്സിലാക്കുന്നത് ഒരു മിററിൽ കൂടെ അല്ലേ? മിററിൻ്റെ പ്രത്യേകത എന്താ? ലെഫ്റ്റ് റൈറ്റ് ആകും, റൈറ്റ് ലെഫ്റ്റ് ആകും. കൺഫ്യൂസ്ഡ് ആയി ഈ പല്ലിനാണ് വേദനയെങ്കിൽ അതിൻ്റെ അപ്പുറത്തുള്ള പല്ല് പറിച്ചാലല്ലോ എന്തായിരിക്കും അവസ്ഥ? ദുരന്തമായി മാറും അല്ലേ? അതുപോലുള്ള അവസ്ഥ ഓർത്തിട്ടാണ് പിന്നീടുള്ള നമ്മുടെ ടെൻഷൻ എന്ന് പറയുന്നത്. ബിക്കോസ് എവറിത്തിങ് ഇസ് ഡൺ യൂസിങ് എ മിറർ. ഒരു മിററിൻ്റെ സപ്പോർട്ടോട് കൂടിയാണ് ഇതെല്ലാം ആ ഡെന്റിസ്റ്റ് മനസ്സിലാക്കുന്നതും ഈ വർക്ക്സ് എല്ലാം ചെയ്യുന്നതും. നമുക്ക് സമ്മറി നോക്കാം. The poet describes the dental process where your teeth are supposed to be polished.
ടീത്ത് പോളിഷ് ചെയ്യാനായിട്ട് കൊണ്ടുപോകുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മുടെ പോയറ്റ് ഫോക്കസ് ചെയ്യുന്നത്. However, there is a feeling that they might be getting damaged instead of improve ചെയ്യുന്നതിന് പകരം ഇതുപോലുള്ള പ്രൊസീജിയേഴ്സ് ചെയ്ത് കഴിയുമ്പോൾ അത് അവിടെ തന്നെ ഉണ്ടാകുമോ, ഇതേ അവസ്ഥ തന്നെ ആയിരിക്കും, അത് തകർന്നു പോകുമോ എന്നുള്ള ഒരു തോട്ട് പോയറ്റിന്റെ മനസ്സിലേക്ക് വരും. The use of a mirror in the procedure contributes to the fear and discomfort. ആ ഒരു മിറർ വെച്ചിട്ടാണല്ലോ ഈ ഡെന്റിസ്റ്റിന് കറക്റ്റായിട്ട് എൻ്റെ വേദനയുള്ള പല്ല് ഏതാണെന്ന് മനസ്സിലാകുമോ, അല്ലെങ്കിൽ ആ ഒരു പ്രശ്നമുള്ളത് ഏതാണെന്ന് ഈ ഒറ്റ മിറർ കൊണ്ട് മനസ്സിലാക്കുമോ? ഈ മിററിൽ കൂടെ കാണുമ്പോൾ ഈ പല്ലെല്ലാം ഒരേപോലെയല്ലേ, റൈറ്റ് ആണോ ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ എന്ന് എങ്ങനെ മനസ്സിലാകും? അത് ഓർക്കുമ്പോൾ പിന്നെയും ഒരു ഡിസ്കംഫർട്ട് നമുക്ക് തോന്നും, പിന്നെയും ഒരു ടെൻഷൻ നമുക്ക് തോന്നും അല്ലേ? The mention of a mirror implies that you can witness the process, intensifying the anxiety associated with potential damage to your teeth. അത് മാത്രമല്ല, ഇതിൽ കൂടുതൽ ഇതെല്ലാം കാണാനും പറ്റും അല്ലേ, മിറർ അല്ലേ, നമുക്ക് കാണാൻ പറ്റും, റിഫ്ലക്ഷൻ ഉണ്ടാവല്ലോ. ഈ കാണുന്ന എല്ലാ തകർച്ചകളും നമുക്ക് നേരിട്ട് കണ്ട് മനസ്സിലാക്കാനും സാധിക്കും. വല്ലാത്തൊരവസ്ഥ അല്ലേ ഇതെന്ന് പറയുന്നത്. ഡെന്റിസ്റ്റിൻ്റെ അടുത്ത് പോകുന്ന പറഞ്ഞ് ഇത്രയൊക്കെ പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർത്തത് എനിക്കും ഉണ്ട് ഒരു അപ്പോയിൻമെൻറ്റ്. ഓക്കെ, സോ ജസ്റ്റ് കിഡിങ്. അടുത്ത പാർട്ടിലേക്ക് പോവാം. Because the dentist may be a bear, or as the Romans used to say, only they were referring to a feminine bear when they said it an ursa. But all the same, how can you be sure when he takes his crowbar in one hand and mirror in the other, he won't get mixed up the way you do when you try to tie a bow tie with the aid of a mirror and forget that left is right and vice versa. ഒന്ന് പേടിച്ചോ മിസ്? ഇത് ഇത്രയും വായിച്ചപ്പോഴത്തേക്ക് ഒന്ന് പേടിച്ചോ? ഒന്നുകൊണ്ട് പേടിക്കേണ്ട, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം കുറച്ച് നീട്ടി പറഞ്ഞിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ ദ പോയറ്റ് ഇസ് കമ്പയർഡ് ടു ദാറ്റ് ഓഫ് എ ബെയർ. ഇവിടെ ഏഴ്സ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേർഡ് കണ്ടോ? ഏഴ്സ എന്ന് പറയുന്നത് ലാറ്റിൻ ടേം ആണ് കേട്ടോ. ഫെമിനൈൻ ബെയർ, ഫീമെയിൽ ബെയറിനെ വിളിക്കുന്ന പേരാണ് ഏഴ്സ എന്ന് പറയുന്നത്. ലാറ്റിൻ ടേം ആണേ. Are you guys able to follow my handwriting? ഇതല്ല എൻ്റെ ഹാൻഡ് റൈറ്റിംഗ്, പക്ഷേ ഇതിൽ എഴുതുമ്പോഴത്തേക്ക് ഇങ്ങനെ ആയി പോകുന്നത് കേട്ടോ. ഓക്കെ, എങ്ങനെയാണോ ഒരു ബെയർ അതിനൊരു പ്രേ കിട്ടുമ്പം ഇതാക്കല്ലേ, നമ്മൾ ഇങ്ങനെ പിടിച്ച് ചിലപ്പോൾ ശ്വാസം മുട്ടിച്ച് ആ ഒരു ഇതുണ്ടല്ലോ, ആ ഒരു സഫക്കേഷൻ ഉണ്ടാവല്ലോ അതിൻ്റെ പ്രേ അനുഭവിക്കുന്നത്, അതേപോലെയാണ് ഡെന്റിസ്റ്റിൻ്റെ മുന്നിൽ നിൽക്കുന്ന ഏതൊരു പേഷ്യൻറ്റും അനുഭവിക്കുന്നതെന്നാണ് പറയുന്നത്. ഇത് ഈ ക്ലാസ് കഴിയുമ്പോൾ മിക്കവാറും ഏതെങ്കിലും ഒരു ഡെന്റിസ്റ്റ് എൻ്റെ കാര്യത്തിൻ്റെ ഒരു തീരുമാനം ആക്കുമെന്ന് തോന്നുന്നു. എനിക്ക് ഐ ഡോണ്ട് ഹാവ് എനി റോൾ ഇൻ ദിസ് പെർട്ടിക്കുലർ പോയം. ഇതെല്ലാം പറഞ്ഞിട്ടുള്ളത് ഒഗ്ഡൻ നാഷ് ആണ് കേട്ടോ. ഓക്കെ, സോ ആ ഒരു ബെയറിനെ പോലെയാണ് ദ ഡെന്റിസ്റ്റ് ഇസ് കമ്പയർഡ് ടു ദാറ്റ് ഓഫ് എ ബെയർ. ആൻഡ് റോമൻസ് എന്താണ് ലാറ്റിൻ ടേമിൽ ബെയറിനെ യൂസ് ചെയ്യുന്നത്? ഏഴ്സ. എങ്ങനെയാണോ ഒരു ബെയറിൻ്റെ ഫ്രണ്ടിൽ പ്രേ കിട്ടുമ്പോൾ അത് നോക്കുന്നത്, അതിനെ ചെയ്യുന്നത്, അതേപോലെയുള്ള കറന്റ് ഫീലിങ്സ് ഒക്കെ ആയിരിക്കും നമ്മുടെ പേഷ്യൻറ്റിനും ഉണ്ടാകുക. ബട്ട് ഓൾ ദ സെയിം, ഹൗ ക്യാൻ ബി ഷുവർ വെൻ ഹി ടേക്സ് എ സ്ക്രോബാർ ഇൻ വൺ ഹാൻഡ് മിറർ ഇൻ ദി അതർ ഹി വോണ്ട് ഗെറ്റ് മിക്സ്ഡ് അപ്പ്? ഓക്കെ, പോയിട്ട് ചോദിക്കുകയാണ്, ഈ ഒരു വായ ഇങ്ങനെ തുറന്ന് വെക്കാനായിട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതിനാണ് ക്രോബാർ എന്ന് പറയുന്നത് കേട്ടോ. ഇങ്ങനെ ഒരു സപ്പോർട്ട് ചെയ്ത് ഓപ്പൺ ചെയ്തിരിക്കാനായിട്ടൊരു സാധനം വെക്കുക അല്ലേ, അല്ലെങ്കിൽ നമ്മൾ മെല്ലെ 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 വാ അടയ്ക്കും, അത്രയല്ലല്ലോ, വൈഡ് ഓപ്പൺ ആയിട്ട് എപ്പോഴും വെക്കണ്ടേ. ആ ഒരു ഇൻസ്ട്രുമെന്റാണ് ക്രോബാർ എന്ന് പറയുന്നത്. ഒരു കയ്യിൽ ക്രോബാർ വെക്കുന്നുണ്ട്, മറ്റേ കയ്യിൽ മിറർ വെക്കുന്നുണ്ട്, അതിൻ്റെ ഇടയ്ക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഈ മിറർ എന്ന് പറയുമ്പോൾ എന്താണ്, ഓപ്പോസിറ്റ് സൈഡ് കാണിക്കുകയും ചെയ്യും. ഇതെല്ലാം കൂടെ ഓർത്തിട്ട് നമ്മുടെ പോയിട്ട് വയ്യ ക്ഷീണിച്ചു. ഹിസ് വെരി എന്താണ്, ആ ഒരു ടെറർ വല്ലാണ്ട് ഹോണ്ട് ചെയ്യുന്നുണ്ട് അദ്ദേഹത്തെ. ആൻഡ് സാധാരണ ഒരു ടൈ കെട്ടാൻ, ബോട്ട് ടൈ എന്ന് കണ്ടിട്ടില്ല നമ്മൾ ഈ സ്യൂട്ടൊക്കെ ഇടുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ ഒരു ഷർട്ടിൻ്റെ ഇവിടെ ഒരു ബട്ടർഫ്ലൈ ഷേപ്പിൽ വരുന്ന ആ ഒരു ബോട്ട് ടൈ നമ്മൾ മിററിൻ്റെ ഫ്രണ്ടിൽ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ റൈറ്റും ലെഫ്റ്റും തമ്മിൽ മാറിപ്പോകും അല്ലേ. അത്രയും ചെയ്യുമ്പോൾ പോലെ മനുഷ്യന് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഇതേപോലെ ഒരുമിച്ചിരിക്കുന്ന ഈ പല്ലുകൾ ഈ ഇത്രയും ഇൻസ്ട്രുമെൻസിൻ്റെ ഇടയ്ക്ക് ഒരു മിററിൽ കൂടെ നോക്കി മനസ്സിലാക്കുമ്പം അദ്ദേഹം എങ്ങനെ കൺഫ്യൂസ്ഡ് ആകാതിരിക്കും എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ ആ ഒരു ഡൗട്ട്, ആ ഒരു ഹോപ്ഡ് അല്ലേ, എഗൻസ്റ്റ് ദി ഹോപ്ഡ് എന്നുള്ള രീതിയിലുള്ളതാണ് ഇവിടെ വരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഡാൻ പറയുന്നുണ്ട് പാവം. ആരെക്കുറിച്ചാടാ? ആരെക്കുറിച്ചാണ് ഈ പാവം എന്ന് പറഞ്ഞത്? ഡെന്റിസ്റ്റിൻ്റെ മുന്നിലുള്ള പേഷ്യൻ്റ് ആണോ അതോ എന്നെക്കുറിച്ചാണോ? Okay, so in the meaning നോക്കുകയാണെങ്കിൽ the dentist is compared to a female bear, ursa, as the Romans called it, and there is uncertainty about the dentist action, especially when holding tools like a crowbar and a mirror. കാരണം കൺഫ്യൂസ്ഡ് ആകും, ക്രോബാർ യൂസ് ചെയ്യുന്നുണ്ട്, മിറർ യൂസ് ചെയ്യുന്നുണ്ട്, ഇതിൽ നിന്ന് എങ്ങനെ മനസ്സിലാക്കും? The poet, his കഴിവ്, whose കഴിവ്?
The poet humorously questions the possibility of the dentist getting mixed up during the procedure, drawing a comparison to the confusion one might experience when using a mirror to tie a bow tie. എങ്ങനെയാണോ ഒരു കണ്ണാടിയിൽ നമ്മൾ ചെന്നിട്ട് ഒരു ബോ ടൈ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ കൺഫ്യൂസ്ഡ് ആകുന്നത്, നമുക്ക് അത്രയും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും ഒരു ഡെന്റിസ്റ്റിന്റെ അവസ്ഥ? കാരണം മിറർ മാത്രമല്ല, ബോ ടൈ എന്താണ്, ക്രോബാർ ഉണ്ട്, അതിൻ്റെ ഇടയ്ക്ക് ലോജിക്ക് യൂസ് ചെയ്യണം, കറക്റ്റ് പണി എല്ലാം എടുക്കണം. ഇതിൻ്റെ ഇടയ്ക്ക് ഹൗ കുഡ് ഹി ഈവൻ കോൺസെൻട്രേറ്റ് ടു ഇറ്റ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ പോയറ്റിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ട് അല്ലേ? ഓക്കെ, ഡോക്ടറിൻ്റെ കഴിവ്. ഓക്കെ, and then at last he says that will be all, but it is not because he then quotes your mouth from cellar to roof with something that I suspect is generally used to put a shine on a horse's hoof. So അപ്പോഴത്തേക്ക് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞു എന്ന് പറയല്ലേ ഡോക്ടർ പറയാം. അപ്പോൾ എല്ലാം ശരിയായി, ഓക്കെ ആയി എന്ന് പറഞ്ഞ് കഴിഞ്ഞു എന്നുള്ളൊരു രീതിയിൽ ദീർഘശ്വാസമൊക്കെ എടുത്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്യുമ്പോഴായിരിക്കും പുതിയൊരു സബ്സ്റ്റൻസും കൊണ്ട് വരിക. ആൻഡ് വാട്ട് ഡസ് ദ പോയറ്റ് സേ? ഹി സേസ് ദാറ്റ് ഹി കോട്സ് യുവർ മൗത്ത് ഫ്രം സെല്ലാർ ടു റൂഫ്. ഇവിടുന്ന് ഇങ്ങനെ സെല്ലാർ എന്ന് പറയുന്നത് ഏറ്റവും താഴത്തെ ആ ഒരു റൂം അല്ലേ, ഹൗസിൻ്റെ ഒക്കെ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ഈ അണ്ണാക്കിൻ്റെ ഇവിടെ നിന്ന് ലൈക്ക് സെല്ലാർ ഓഫ് ദ മൗത്ത് ടു ദ റൂഫ്, ഇങ്ങനെ ഇവിടെ വരെ അദ്ദേഹം ഒരു സബ്സ്റ്റൻസ് ഇട്ട് ഇങ്ങനെ പോളിഷ് ചെയ്യും എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ കോട്ടിങ് തരും എന്നാണ് പറയുന്നത്. ആൻഡ് അതങ്ങനെ കോട്ടിങ് തരുമ്പോഴത്തേക്ക് പോയറ്റ് എന്താണ് പറയുന്നത്? വിത്ത് സംതിങ് ദാറ്റ് ഐ സസ്പെക്ട് ഇസ് ജനറലി യൂസ്ഡ് ടു പുട്ട് എ ഷൈൻ ഓൺ എ ഹോഴ്സസ് ഹൂഫ്. കുതിരയുടെ കാല് കണ്ടിട്ടില്ലേ, കുളമ്പെന്ന് നമ്മൾ പറയല്ലേ, അതിനാണ് ഹോഴ്സസ് ഹൂഫ് എന്ന് പറയുന്നത്. ആ ഒരു ഹൂഫ് പോളിഷ് ചെയ്ത് വെക്കും, എപ്പോഴും ഷൈനിങ് ആൻഡ് ഡാർക്ക് ആകാനായിട്ട് പോളിഷ് ചെയ്യും. എങ്ങനെയാണോ ഹോഴ്സിന്റെ ഹൂഫ്, അതായത് കുതിരയുടെ കുളമ്പ് നമ്മൾ മിനുസാക്കി വെക്കുന്നത് ജസ്റ്റ് ടു അട്രാക്ട് അതേഴ്സ്, അതേപോലെയാണ് ലാസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള ഒരു രീതിയിൽ സബ്സ്റ്റൻസ് യൂസ് ചെയ്ത് കോട്ടിങ് നൽകുന്നത് ഡെന്റിസ്റ്റ്. ഓക്കെ, മനസ്സിലാകുന്നുണ്ടോ? എല്ലാം കഴിഞ്ഞു, ഇനി വീട്ടിൽ പോവാന്ന് പറയുമ്പോഴത്തേക്ക് അവസാന സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ പിന്നെയും ഇത് എടുത്തുകൊണ്ട് വരുന്നത് കാണാം. ദാറ്റ് മീൻസ് ഇറ്റ്സ് നോട്ട് ആൻ എൻഡ് എന്നുള്ളത് ഹിന്റ് നമുക്ക് കിട്ടും. ഓക്കെ, so the dentist, meaning summary നോക്കുകയാണെങ്കിൽ the dentist eventually declares that the procedure is over. കഴിഞ്ഞു, ഇനി ഒന്നുമില്ല, എല്ലാം സെറ്റായി എന്ന് പറയും. However, it's not truly done as he then covers your entire mouth with a substance. നമ്മുടെ വായ മൊത്തം, മൗത്ത് ഫുള്ളി ഒരു സബ്സ്റ്റൻസ് വെച്ച് കവർ ചെയ്യുമ്പോൾ we get to know that it's not really the end. അതല്ല ശരിക്കുള്ള അവസാനം എന്ന് നമുക്ക് മനസ്സിലാകും. The poet humorously suspects that the substance is typically used to polish a horse's hoof. ഈ കുതിരയുടെ കുളമ്പൊക്കെ പോളിഷ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന പോലത്തെ ഒരു സബ്സ്റ്റൻസ് ആണോ അതെന്നുള്ളൊരു രീതിയിൽ നമ്മുടെ പോയറ്റ് കുറച്ച് ഡൗട്ട്ഫുൾ ആകുകയാണ് ചെയ്യുന്നത്. ഇൻ ദീസ് ലൈൻസ് ദ പോയറ്റ് കോമിക്കലി സജസ്റ്റ് ദാറ്റ് ദ ഡെന്റൽ വിസിറ്റ് ഡസൻറ്റ് കൺക്ലൂഡ് റൈറ്റ് ആഫ്റ്റർ ദ ഡെന്റിസ്റ്റ് സേസ് ഇറ്റ്സ് ഓവർ. അതായത് ഉണ്ണി, നമ്മുടെ ഡെന്റിസ്റ്റ് എല്ലാ പണിയും കഴിഞ്ഞു കേട്ടോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് അത് കഴിഞ്ഞു എന്ന്. അതൊരു തുടക്കം മാത്രമാണ് എന്നുള്ള ഒരു ഹിന്റാണ് തരുന്നതെന്നാണ് പോയറ്റ് പറയുന്നത്, ഞാനല്ല പോയറ്റ് പറയുന്നത്. ഇൻസ്റ്റെഡ് ദർ ഇസ് എൻ അഡീഷണൽ സ്റ്റെപ്പ് വേർ എ സബ്സ്റ്റൻസ് ലൈക്കൺ ടു സംതിങ് യൂസ് ഫോർ ഷൈനിങ് എ ഹോഴ്സസ് ഹൂഫ് ഇസ് അപ്ലൈ ടു ദി എൻറ്റയർ മൗത്ത്. നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യം ഈസി ആണല്ലോ അല്ലേ, മനസ്സിലാവുന്നുണ്ടല്ലോ, മിസ്സിൻ്റെ ക്ലാസ് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? സോ and you totter to your feet and think, next portion aane, well, it's all over now, and after all it was only this once, and he says come back in 3 months. And this, oh fate, is I think the most vicious circle that thou ever sent us, that man has to go continually to the dentist to keep his teeth in good condition, when the chief reason he wants his teeth in good condition is so that he won't have to go to the dentist. ഒരു വല്ലാത്ത സെൻറ്റൻസ് ആയിപ്പോയി. ഇത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്നൊന്ന് കിളി പാറുമെങ്കിലും ഇതിൽ ഒരുപാട് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ എല്ലാം റെഡി ആയിട്ട് കഴിഞ്ഞു, എല്ലാം പോളിഷൊക്കെ ചെയ്ത് ലാസ്റ്റ് സബ്സ്റ്റൻസും ഇട്ട് കഴിഞ്ഞു, രക്ഷപ്പെട്ടു. ഇനി ഇവിടുന്ന് രക്ഷപ്പെടാമെന്ന് പറഞ്ഞ് പോകാനായിട്ട് ഇങ്ങനെ ഓർഡർ റെഡി ആയിട്ട് നിൽക്കുമ്പോഴാണ് 3 മാസം കഴിഞ്ഞിട്ട് ഒരു സിറ്റിങ്ങും കൂടെ ഉണ്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നെക്സ്റ്റ് വീക്ക് ഒരു സിറ്റിങ്ങും കൂടെ ഉണ്ട്, നമുക്ക് ഒന്നും കൂടെ ചെയ്യാനുണ്ട് എന്നുള്ളൊരു രീതി പറയുക. അവിടെ തീരും അല്ലേ, കഴിഞ്ഞു എന്ന് കഴിഞ്ഞ് രക്ഷപ്പെട്ടു പോവുമായിരുന്നു. ഡിഗ്നിറ്റി, ലീസ്റ്റ് ഡിഗ്നിറ്റി ആയിരുന്നു, അതെല്ലാം തിരികെ പിടിച്ച് ഓക്കെ പവറായി, ഇനി എനിക്ക് പൊളിക്കാമെന്നുള്ള രീതിയിൽ പോകുമ്പോഴായിരിക്കും നെക്സ്റ്റ് വീക്ക് ഇനിയും വരുന്നതാണ്, അല്ലെങ്കിൽ നെക്സ്റ്റ് മന്ത്, അല്ലെങ്കിൽ 3 മന്ത്സ് കഴിയുമ്പോൾ പിന്നെയും ഒരു റെഗുലർ ചെക്കപ്പ് ഉണ്ടെന്ന് കേൾക്കുമ്പോഴത്തേക്ക് ഇനിയുണ്ടോ ഈ സാധനം എന്ന് തോന്നുന്ന ഒരു അവസ്ഥ. ഓക്കെ, so that's what he says.
ആൻഡ് ഹി സീസ് കം ബാക്ക് ഇൻ 3 months. ഇങ്ങനെ പോവാൻ റെഡി ആയിട്ടിരിക്കുമ്പോഴായിരിക്കും പറയുന്നത് 3 മാസം കഴിഞ്ഞ് ഒന്നും കൂടെ വരണം കേട്ടോ, ചെക്കപ്പ് ഉണ്ട്, അല്ലെങ്കിൽ അത് ചെയ്തതെല്ലാം എല്ലാത്തിൻ്റെ എഫക്റ്റ് പോകുന്ന ഡോക്ടർ പറയുന്നത് ആ ഒരു സമയത്തായിരിക്കും. ഓ ദിസ് ഓ ഫേറ്റ്, എൻ്റെ വിധി, ഇത് തുടങ്ങി വെച്ചത് ഇറ്റ്സ് മൈ ഫേറ്റ് എന്നാണ് പറയുന്നത്. ഐ തിങ്ക് ദ മോസ്റ്റ് വിഷ്യസ് സർക്കിൾ ദാറ്റ് ദ എവർ സെൻഡ് ഇസ് ദാറ്റ് മാൻ ഹാസ് ടു ഗോ. ഏറ്റവും മനുഷ്യൻ്റെ വിധി അല്ലെങ്കിൽ ഏറ്റവും കോമിക് ആയിട്ടുള്ള സിറ്റുവേഷൻ എന്ന് പറയുന്നത് എന്താണ്? മാൻ ഹാസ് ടു ഗോ കണ്ടിന്യൂവലി ടു ദ ഡെന്റിസ്റ്റ് ടു കീപ് ഹിസ് ടീത്ത് ഇൻ ഗുഡ് കണ്ടീഷൻ. അത് നമുക്കറിയാം. മനുഷ്യൻ്റെ പല്ല് ഏറ്റവും ക്ലിയർ ആയിട്ട് നല്ല രീതിയിൽ വെക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും ഡെന്റിസ്റ്റിൻ്റെ അടുത്ത് ഇടയ്ക്കിടയ്ക്ക് വി നീഡ് ടു ഗോ ടു ഹിം കണ്ടിന്യൂവലി എന്നാണ് പറയുന്നത്. ആൻഡ് വൈ ഹി ഷുഡ് ഗോ ടു എ ഡെന്റിസ്റ്റ്? വെൻ ദ ചീഫ് റീസൺ ഹി വാണ്ട്സ് ഹിസ് ടീത്ത് ഇൻ ഗുഡ് കണ്ടീഷൻ ഇസ് സോ ദാറ്റ് ഹി വോണ്ട് ഹാവ് ടു ഗോ ടു ദ ഡെന്റിസ്റ്റ്. എന്തിനാണ് ഒരു മനുഷ്യൻ സ്ഥിരം ഒരു ഡെന്റിസ്റ്റിനെ കാണേണ്ടത്? ബിക്കോസ് ഒരിക്കലും അയാൾക്ക് ഡെന്റിസ്റ്റിൻ്റെ അടുത്ത് വരരുതെന്നുള്ള ഒരു ആഗ്രഹത്തോടുകൂടി. മനസ്സിലായോ? അതായത് ഡെന്റിസ്റ്റിൻ്റെ അടുത്ത് നമ്മൾ ഇടയ്ക്ക് പോയിട്ടെല്ലാം ചെക്കപ്പ് ചെയ്യണം, എന്നാൽ മാത്രമേ നമ്മുടെ ടീത്ത് ഗുഡ് കണ്ടീഷനിലായിരിക്കുള്ളൂ. ഇഷ്ടമല്ലാഞ്ഞിട്ടോട് കൂടിയും ഈ ഒരു ഗുഡ് കണ്ടീഷൻ നേരിടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഡെന്റിസ്റ്റിൻ്റെ അടുത്ത് പോകുന്നത് എന്തിനാണ്? ഒരു പ്രോബ്ലം വന്ന് ഒരിക്കലും ഡെന്റിസ്റ്റിൻ്റെ അടുത്ത് പോകേണ്ടി വരരുത് എന്നുള്ളൊരാഗ്രഹം കൊണ്ട്. മനസ്സിലായോ? ഈ കൺഫ്യൂസിങ് ആയിട്ടുള്ള ലൈൻസ് നിങ്ങൾക്ക് മനസ്സിലായോ? ആയെങ്കിൽ ഒരു തംസ് അപ്പ് കാണിച്ചേ. Man has to go continually to the dentist to keep his teeth in good condition, and the main reason why you have to go to the dentist or why you have to keep your teeth in good condition is that you won't have to go to the dentist. നിങ്ങൾക്ക് ഡെന്റിസ്റ്റിൻ്റെ അടുത്തൊരു പ്രശ്നം വന്ന് പോകരുതെന്നുള്ള ഒരു ആഗ്രഹം ഉള്ളത് കൊണ്ട് മാത്രമാണ് നിങ്ങൾ റെഗുലർ ആയിട്ട് ഡെന്റിസ്റ്റിൻ്റെ അടുത്ത് പോകുന്നത് എന്നാണ് പറയുന്നത്. സെറ്റായിരുന്നു അല്ലേ? അടിപൊളി ലൈനായിരുന്നു, അടിപൊളിയായിട്ട് കൺക്ലൂഡ് ചെയ്തു. എങ്ങനെ തുടങ്ങിയതാണ് ആ ഒരു പോയം? സ്റ്റാർട്ട് ചെയ്തപ്പം ഇഷ്ടമല്ലാതെ വന്നിരിക്കുന്നു, പലതരത്തിലുള്ള എന്തൊക്കെ ഇൻസ്ട്രുമെൻറ്റ്സ് വെച്ചിട്ട് നമ്മുടെ റോഡ് റോളേഴ്സ് റോഡിൻ്റെ കൺസ്ട്രക്ഷൻ ഉള്ളതായിട്ട് കമ്പയർ ചെയ്യുന്നു, ലീസ് ഡിഗ്നിറ്റി മനസ്സിലാക്കുന്നു, ഫിസിക്കൽ മെൻ്റൽ രണ്ടും കൂടി ഉള്ളത് ഡെൻറ്റൽ ആണെന്ന് മനസ്സിലാക്കുന്നു. അവസാനം എല്ലാ പണിയും കഴിഞ്ഞിട്ട് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞ് പോവാനായിട്ട് തുടങ്ങുന്ന സമയമാണ് ഹോഫ് പോളിഷ് ചെയ്യാനായിട്ട് തുടങ്ങുന്ന ഒരു സാധനം കൊണ്ട് നമ്മുടെ ഫുൾ കോട്ട് ചെയ്യുന്നത്. അതെല്ലാം കഴിഞ്ഞ് ഓക്കെ ദിസ് ഇസ് ദ ലാസ്റ്റ്, ദിസ് ഇസ് ദ ഡെഡ് എന്നുള്ള രീതിയിൽ നമ്മൾ രക്ഷപ്പെടാനായിട്ട് പോകുമ്പോഴാണ് പറയുന്നത് കം ബാക്ക് ഇൻ 3 months എന്ന് പറയുന്നത്. ഇതെല്ലാം കഴിയുമ്പോഴാണ് നമുക്ക് അവസാനം ആ തിരിച്ചറിവ് കിട്ടുന്നത്. ആൻഡ് വാട്ട് ഇസ് ദാറ്റ് തിരിച്ചറിവ്? എന്താണ് ആ തിരിച്ചറിവ് എന്ന് പറയുന്നത്? നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഡെന്റിസ്റ്റിൻ്റെ അടുത്ത് പോകുന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഒരു പ്രോബ്ലം വന്ന് നിങ്ങൾക്ക് ഡെന്റിസ്റ്റിൻ്റെ അടുത്ത് പോകാൻ ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ്. ഓക്കെ, സെറ്റായിരുന്നു അല്ലേ? അടിപൊളി പോയല്ലായിരുന്നോ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ? യു ക്യാൻ റിലേറ്റ് ഇറ്റ് സോ വെരി വെൽ. അതുമാത്രമല്ല വളരെ സിമ്പിളായിട്ടുള്ള ലാംഗ്വേജ് ആണ്, വളരെയധികം ഹ്യൂമറസ് എലമെൻറ്റ്സ് കൂടെ ഉണ്ടല്ലേ? ഓക്കെ, ഇതിൻ്റെ സമ്മറി പറയുമ്പോൾ എന്തൊക്കെയാണ് പറയുന്നത്? ആഫ്റ്റർ ദ ഡെന്റൽ പ്രൊസീജിയർ യു സ്റ്റാൻഡ് അപ്പ് തിങ്കിങ് ഇറ്റ്സ് ഫൈനലി ഓവർ, എ വൺ ടൈം എക്സ്പീരിയൻസ്. ഇതൊരു വൺ ടൈം എക്സ്പീരിയൻസ് ആണെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് പോകുന്നത്. ഹൗവർ ദ ഡെന്റിസ്റ്റ് ഇൻസ്ട്രക്ട്സ് യു ടു കം ബാക്ക് ഇൻ 3 months. ഇത് കഴിഞ്ഞിട്ടില്ല, ഇതൊരു തുടക്കം മാത്രമായിരുന്നു എന്ന് വി വിൽ ഗെറ്റ് ടു നോ ദാറ്റ് വെൻ ഹി സേസ് ഓക്കെ കം ബാക്ക് ഇൻ 3 months, 3 മാസത്തിനുള്ളിൽ വരണം എന്ന് പറയുമ്പോൾ വി ഗെറ്റ് ടു നോ ദാറ്റ് ഇറ്റ്സ് നോട്ട് ദ റിയൽ എൻഡ് എന്നുള്ളത് മനസ്സിലാകും. The poet humorously reflects on the irony that people have to visit the dentist regularly to maintain good dental health, primarily to avoid going to the dentist. പറഞ്ഞതാണല്ലേ, ഒരുപാട് വട്ടം പറഞ്ഞാണ്, ഇനി അത് റിപ്പീറ്റ് ചെയ്താൽ ചിലപ്പോൾ ബോറായി പോകും. പക്ഷെ നിങ്ങൾക്ക് കാര്യം മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇൻ ദീസ് ലൈൻസ് ദ പോയിറ്റ് എക്സ്പ്ലോർസ് ദി അമ്യൂസിംഗ് ഐറണി ദാറ്റ് പീപ്പിൾ നീഡ് ടു സീ ദ ഡെന്റിസ്റ്റ് റെഗുലർലി ടു കീപ് ദെയർ ടീത്ത് ഹെൽത്തി, ഈവൻ ദോ ദ പ്രൈമറി മോട്ടിവേഷൻ ഫോർ ഹാവിംഗ് ഹെൽത്തി ടീത്ത് ഇസ് ടു അവോയ്ഡ് ഫ്രീക്വന്റ് വിസിറ്റ് ടു ദ ഡെന്റിസ്റ്റ്. ദ പോയം ക്യാപ്ചേഴ്സ് ദ സൈക്ലിക്കൽ നേച്ചർ ഓഫ് ഡെന്റൽ കെയർ. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ അലേർട്ട് ആയിരിക്കണം അല്ലേ? പല്ലിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും പാടില്ല. കാരണം ആ വേദന വന്നാൽ കഴിഞ്ഞു, നമ്മുടെ ഏറ്റവും വലിയ വേദന അതാണെന്ന് തോന്നിപ്പോകുന്ന രീതിയിലായിരിക്കും ഒരു വിങ്ങൽ ഉണ്ടാവുക. സോ അതിനെക്കുറിച്ച് നമ്മൾ അലേർട്ട് ആയിരിക്കണം. ഒരു തവണ പോയി കഴിഞ്ഞാൽ അതൊരു സൈക്കിൾ പോലെ പിന്നെയും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ഇറ്റ്സ് നോട്ട് ദ റിയൽ എൻഡ്. കാരണം ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നമ്മുടെ ടീത്തുമായിട്ടുള്ള അല്ലെങ്കിൽ ഡെന്റൽ കെയറുമായിട്ടുള്ളത് ഒരു വൺ ടൈം എക്സ്പീരിയൻസ് അല്ല എന്നാണ് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുമാണ്. ഓക്കെ, ഇത്രയാണ് പോയം എന്ന് പറയുന്നത്. ഈസി ആയിരുന്നല്ലോ? ഇറ്റ് വാസ് റിയലി ഈസി. ഇറ്റ് വാസ് വെരി ഹ്യൂമറസ് അല്ലേ? ആൻഡ് ദാറ്റ്സ് വൈ ഹി ഈസ് നോൺ ആസ് കൺട്രീസ് പ്രൊഡ്യൂസർ ഓഫ് ഹ്യൂമറസ് പോയട്രി എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൻ്റെ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഈ ഒരു പോയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ടതാണ് പോയിന്റ്സ് ടു റിമെമ്പർ എന്ന് പറഞ്ഞിട്ട് മിസ് തന്നിട്ടുള്ളത്. ആൻഡ് വാട്ട് ഈസ് സോ പെക്യുലർ അബൌട്ട് ദിസ് പെർട്ടിക്കുലർ പോയം? ഈ ഒരു പോയത്തിനെ വളരെയധികം ഹ്യൂമറസ് എലമെന്റ്സ് ട്രേസ് ഔട്ട് ചെയ്താൻ ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ, അല്ലെങ്കിൽ വൈ ഈസ് ഇറ്റ് നോൺ ആസ് എ
എന്താണ് കൺട്രീസ് പ്രൊഡ്യൂസർ ഓഫ് ഹ്യൂമറസ് പോയട്രി, അല്ലെങ്കിൽ വാട്ട് ഓൾ എലമെന്റ്സ് മേക്ക് ദിസ് പെർട്ടിക്കുലർ പോയം വെരി സ്പെഷ്യൽ, അങ്ങനെയൊക്കെ വരുന്ന ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ നിങ്ങൾ ഇത്തരം പോയിന്റ്സ് മാത്രം ഓർത്ത് വെക്കുക. ഫസ്റ്റ് വൺ എന്താണ്, ഫണ്ണി ഡിസ്ക്രിപ്ഷൻ ആണ്. ഞാൻ ഡിസ്ക്രൈബ് ചെയ്യാതെ തന്നെ യു ഗൈസ് നോ ദാറ്റ് എന്താണ് ഇറ്റ്സ് ഫുൾ ഓഫ് ഫണ്ണി ഡിസ്ക്രിപ്ഷൻ. ആൻഡ് എലോബറേറ്റ് ഓർ എന്താണ് സബ്സ്റ്റാൻഷിയേറ്റ് യുവർ പോയിന്റ്. ഈ ഫണ്ണി ഡിസ്ക്രിപ്ഷൻ എന്തുകൊണ്ടായി എന്നുള്ളതിനെ കുറിച്ച് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഇത് പറയുക. ദ പോയിറ്റ് യൂസസ് funny words to describe going to the dentist, like saying your mouth is like a construction site with stone crushers and concrete mixers. അല്ലേ, ഒരു റോഡ് പണി നടക്കുന്ന റോഡുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. അതേപോലെ അൺകൺവെൻഷണൽ ആയിട്ടുള്ള റൈമിംഗ് സ്കീം, ഡെന്റൽ, മെന്റൽ, ഗം, തംബ് എന്ന് പറഞ്ഞിട്ടുള്ള റൈമിംഗ് സ്കീം, ഇങ്ങനത്തെയുള്ള വേർഡ് യൂസേജസ് വരുമ്പോൾ തന്നെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പോയം നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് പറ്റും. ദെൻ സില്ലി കമ്പാരിസൺസ്, നമുക്കറിയാം അല്ലേ, ഇത്രയും വലിയ മലമറിക്കുന്ന സംഭവം ഒന്നുമല്ല ഒരു ഡെന്റിസ്റ്റിൻ്റെ അടുത്ത് പോകുക എന്നുള്ളത്. ഇത്രയൊന്നും അല്ല, വളരെ സിമ്പിളായിട്ട്, നേരത്തെ ഞാൻ പറഞ്ഞതൊക്കെ മറന്നേക്ക്, പക്ഷെ വളരെ സിമ്പിളായിട്ട് പോയിട്ട് നമ്മുടെ ആ ഒരു ഹെൽത്ത്, ഓറൽ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്തിട്ട് സന്തോഷത്തോടെ തിരിച്ചു വരാമെന്നൊരു സാധനമേ ഉള്ളൂ. പക്ഷേ ഇത് വായിക്കുമ്പം നമുക്ക് തോന്നും, വളരെ നോർമലായിട്ടുള്ള ഒരാൾക്ക് പോലും തോന്നിപ്പോവും വേണ്ട ഈ ഡെന്റിസ്റ്റിൻ്റെ അടുത്തേക്ക് മാത്രം പോകണ്ടെന്ന് നമുക്ക് തോന്നിപ്പോവും. ഇറ്റ്സ് മെയിൻലി ബിക്കോസ് ഓഫ് ദിസ് സില്ലി കമ്പാരിസൺസ് വിച്ച് ഇസ് ഫുൾ ഓഫ് എന്താണ് എൻ്റർടൈൻമെൻറ്റ്. ദി ഡെന്റിസ്റ്റ് ഇസ് ജോക്കിംഗ്ലി കമ്പയർഡ് ടു എ ബെയർ. ബെയറുമായിട്ട് നമ്മുടെ ഏഴ്സ അല്ലേ ഡെന്റിസ്റ്റിനെ കമ്പയർ ചെയ്യുന്നുണ്ട്. പാവം, ഞാനല്ല കേട്ടോ, റിപ്പീറ്റ്, ഇതിൽ എനിക്ക് ഒരു പങ്കുമില്ല, ഇത് പഠിപ്പിക്കാനുള്ളത് മാത്രമാണ് എൻ്റെ റോൾ. ആൻഡ് ദർ ഇസ് എ പ്ലേഫുൾ ഇമേജ് ഓഫ് ദി ഡെന്റിസ്റ്റ് യൂസിങ് എ ക്രോബാർ ആൻഡ് മിറർ ആൻഡ് പോസിബിലി ഗെറ്റിംഗ് മിക്സ്ഡ് അപ്പ്. ഒരു ക്രോബാർ കയ്യിലെടുത്തു, ഒരു മിറർ കയ്യിലെടുത്തു, ഇങ്ങനെ നോക്കുകയാണ് പല്ല, അതിൻ്റെ ഇടയ്ക്ക് അയ്യോ മാറിപ്പോയി, ഇങ്ങനെ നോക്കുന്ന ആ ഒരു അവസ്ഥയില്ലേ, ഒരു കോമിക്കലായിട്ട് ആ ഒരു കോമിക് സിറ്റുവേഷൻ ഉണ്ടാക്കാനായിട്ട് നോക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയും മനസ്സിലാവുന്നുണ്ടല്ലോ. Then making fun of routine. The poet jokes about how people have to keep going to the dentist just so they won't have to go to the dentist. It's a funny way of looking at the regularity of dental care. അതായത് സൈക്ലിക്കൽ എന്താണ് നേച്ചർ ആണ് പറയുന്നത്. ആൻഡ് ഒരു മനുഷ്യൻ സ്ഥിരമായിട്ട് ഒരു ഡെന്റിസ്റ്റിൻ്റെ അടുത്ത് പോകുന്നുണ്ടെങ്കിൽ ദ മെയിൻ റീസൺ ഇസ് ദാറ്റ് അദ്ദേഹത്തിന് ശരിക്കും പോകേണ്ട ആഗ്രഹമില്ല, പോകാനുള്ള ആഗ്രഹമില്ലാത്തത് കൊണ്ടാണ് റെഗുലർ ചെക്കപ്പ് നടത്തി പോകുന്നത് എന്നാണ് പറയുന്നത്. ആ ഒരു കമ്പാരിസൺ ആയിരുന്നു ഹൈലൈറ്റ് ഓഫ് ദ പോയം എന്ന് പറയുന്നത് അല്ലേ. Okay. Then surprising twist എന്താണ്, after you think the dentist is done, there is a surprise. Your mouth gets coated with something humorously suggested to be used for shining a horse's hoof. So എന്താണ് പറയുന്നത്, എല്ലാം കഴിഞ്ഞ് ഓക്കെയാണ്, കഴിഞ്ഞു എന്ന് പറഞ്ഞ് ഇറങ്ങാറായിട്ട് നിൽക്കുമ്പോഴായിരിക്കും ഡെന്റിസ്റ്റ് അടുത്ത് സർപ്രൈസ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു സബ്സ്റ്റൻസ്, കോട്ട് ചെയ്യാനുള്ള സബ്സ്റ്റൻസും കൊണ്ട് വരിക. അവിടെ നമ്മുടെ ജീവൻ പിന്നെയും പോകും എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. വിച്ച് മേക്സ് ഇറ്റ് മോർ എന്താണ് ഹ്യൂമറസ് അല്ലേ, ഒരുപാട് ഹ്യൂമറസ് ആക്കുന്ന യൂസേജസ് അല്ലെങ്കിൽ ആ ഒരു തീംസ് അപ്ഡേഷൻ ആണ് നമുക്കിവിടെയൊക്കെ കാണാൻ സാധിക്കുക. ദെൻ ലാഫിംഗ് അറ്റ് ഡെന്റൽ കെയർ. ദ പോയം ഓവറോൾ ഫൈൻഡ്സ് ഹ്യൂമർ ഇൻ ദ ഡിസ്കംഫർട്ട് ഓഫ് ഡെന്റൽ കെയർ ആൻഡ് ദ ഐറണി ദാറ്റ് വി ടേക്ക് കെയർ ഓഫ് അവർ ടീത്ത് ടു അവോയ്ഡ് മോർ ട്രിപ്സ് ടു ദ ഡെന്റിസ്റ്റ്. സോ ഇത് ഏറ്റവും കൂടുതൽ നമുക്ക് ചിരി വരുന്ന ഒരു സംഭവമാണ് ലാസ്റ്റ് 2 ലൈൻസ് അല്ലേ, ലാസ്റ്റ് ലൈൻസ് എന്ന് പറയുന്നത്. എന്താണ്, why we need to go and visit a dentist on a regular basis because we really don't want to go to that. So a man has to go continually to the dentist to keep your teeth in good condition, and the main reason why you have to keep your teeth in good condition is that you won't have to go to the dentist. ഈ ഒരു ലൈൻ ഓർത്ത് വെക്കാൻ പറ്റിയാൽ നിങ്ങൾ എക്സാം പൊളിച്ചു. ഈ ഒരു ചാപ്റ്ററായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എക്സാം പൊളിച്ചു കേട്ടോ, പൊളിക്കും. സോ അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നിങ്ങൾക്ക് അത് കണക്ട് ചെയ്ത് പഠിക്കാനായിട്ട് പറ്റും, മറക്കൊന്നുമില്ല. അല്ലെങ്കിൽ നിങ്ങളുടെ വേർഡ്സിൽ അതേപോലെ കോട്ട് ചെയ്ത് എഴുതണം എന്നില്ല, പോയത്തിൽ അതേപോലെ കോട്ട് ചെയ്ത് എഴുതുകയാണെങ്കിൽ എന്താണ് ഇൻവേർട്ടഡ് കോമയിൽ എഴുതണം. അതല്ല നിങ്ങളുടെ ലൈൻസ് ആയിട്ട് മാറ്റിയിട്ട് അത് എഴുതുകയാണെങ്കിൽ അതും ഗുഡ് ഓപ്ഷനാണ്, അതൊന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, ആവശ്യം വരും, മോഡൽ എക്സാം വരുന്നുണ്ട്, പബ്ലിക് എക്സാം വരുന്നുണ്ട്, ഉറപ്പായിട്ടുള്ള ക്വസ്റ്റ്യൻസും ഉണ്ടാകും. ഈ ഒരു ലൈനും ഓർത്ത് വെക്കുക. ഇത്രയും മാത്രമേ ഉള്ളൂ ഈ പോയം എന്ന് പറയുന്നത്. വളരെ സിമ്പിളാണ്, ഇൻട്രസ്റ്റിംഗ് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? അടിപൊളി ആയിരുന്നില്ലേ? നിങ്ങൾ എൻജോയ് ചെയ്തില്ലേ? അതും കൂടെ ഒന്ന് പറഞ്ഞേ. ഡിഡ് യു ഗൈസ് എൻജോയ് ദിസ് ക്ലാസ്? ഇഷ്ടമായോ ഈ ക്ലാസ്? ഇഷ്ടപ്പെട്ടോ? നല്ല പോയായിരുന്നു അല്ലേ? ആരായിരുന്നു എഴുതിയത്? ഒഗ്ഡൻ നാഷ്, അമേരിക്കൻ പോയറ്റ് ആണ്, ഹൂ ഈസ് വെൽ നോൺ ഫോർ ഹിസ് ഹ്യൂമറസ് പോയട്രി ആണ്. ഇത്രയും ആൻസി പറഞ്ഞിട്ടുണ്ട്, എന്ന് പറഞ്ഞിട്ടുണ്ട്. ഡാൻ, ഹൗ അബൌട്ട് യു? ഭഗത് ആ വഴിക്ക് പോയോ? അറ്റൻഡൻസും തന്നിട്ട് ആ വഴിക്ക് പോയെന്ന് തോന്നുന്നു. ഓക്കെ, ആൻഡ് ഐ ഹോപ്പ് യു ഗൈസ് റിയലി എൻജോയ്ഡ് ദിസ് ക്ലാസ്. അപ്പം ഇത്രയും മാത്രമാണ്. ഇറ്റ്സ് ഗോയിങ് ടു ഹേർട്ട് ജസ്റ്റ് എ ലിറ്റിൽ ബിറ്റ്. ഈ ഒരു ടോപ്പിക്കിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാവുന്നുണ്ടോ? ഈ ഒരു ടോപ്പിക്ക് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും അല്ലേ, ഇറ്റ്സ് സംതിങ് റിലേറ്റഡ് ടു സം കൈൻഡ് ഓഫ് പെയിൻ എന്നുള്ളത് നമുക്ക് മനസ്സിലാകും. സോ ഇതായിരുന്നു
നമ്മുടെ ക്ലാസ് നിങ്ങളെല്ലാവരും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു, നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആൻഡ് ഇഫ് യു ഹാവ് എനി ഡൗട്ട് റിഗാർഡിംഗ് ദിസ് പെർട്ടിക്കുലർ ടോപ്പിക് കമൻറ്റ് ചെയ്തിട്ടാൽ മതി. അടുത്ത ക്ലാസ്സിൽ എന്താണ് നമുക്കത് ക്ലിയർ ചെയ്യാം കേട്ടോ. ആരുടെയും ഒരു ഡൗട്ടും ക്ലിയർ ചെയ്യാതെ അടുത്ത ക്ലാസ്സിലേക്ക് പോവില്ല. സോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ അത് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. കാരണം ചില കമൻറ്റ്സ് ഞാൻ മിസ്സായി പോയിട്ടുണ്ട് ക്ലാസ് എടുക്കുന്നതിൻ്റെ ഇടയിൽ. അതല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതും കമൻറ്റ് സെക്ഷനിൽ വന്ന് അറിയിക്കാനായിട്ട് നോക്കുക. മാക്സിമം ഷെയർ ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ ഇതിനേക്കാൾ പവറോട് കൂടി ഫുൾ ഫ്രണ്ട്സിൻ്റെ കൂടെ വരിക. ആൻഡ് നല്ലൊരു ഹെൽത്തി ടൂത്ത് നിങ്ങൾക്ക് ഇസ് വെയിറ്റിംഗ് ബൈ ടു യു ഓൾ. ആൻഡ് ഈ ക്ലാസ് കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് ഉറങ്ങാൻ പോകുന്നതിന് മുന്നേ മേക്ക് ഷുവർ ദാറ്റ് യു ബ്രഷ് യുവർ ടീത്ത് കേട്ടോ. ബിക്കോസ് ഇഫ് യു ഡോണ്ട് വോണ്ട് ടു ഗോ ടു ദ ഡെന്റിസ്റ്റ്, ബാക്കി അറിയാലോ. ഓക്കെ ആണല്ലോ? ഓക്കേടാ മക്കളെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ഫുൾ ടീമോടെ പവർ ആയിട്ട് വാ. സീ യു സൂൺ. ബൈ. ടേക്ക് കെയർ.